ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 135. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങൾ 48. ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴികളിൽ മറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്തുമൊഴിയിൽ 45. സ്ലീഹന്മാരുടെ രാജ്ഞി, ക്വീൻ ഓഫ് അപ്പോസൽസ്, റെജീന അപ്പസ്തോലോരും എന്ന് ലത്തീനിൽ, റെജീന അപ്പസ്തോലോരും. ഞാനൊരു 2-3 തിരുവചനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഞാൻ ജനിച്ചത്. സത്യത്തിന് സാക്ഷി നിൽക്കാനായി ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ നിന്നുള്ളവനെല്ലാം എന്റെ സ്വരം കേൾക്കുന്നു. യോഹന്നാൻ 19:37-38. യേശു രാജാവാണ്. എന്നാൽ അവൻ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, ഇഹലോകത്തിൻ്റെതല്ല. ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൻ്റെത്. ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം എന്ന് പറഞ്ഞത് ഇഹലോകത്തിൻ്റെതല്ല. ഇഹലോകത്തിന്റെ ആയിരുന്നെങ്കിൽ എനിക്ക് പട്ടാളക്കാരും പോലീസും ഉണ്ടാകുമായിരുന്നു. ഇഹലോകത്തിൻ്റെതല്ല. യോഹന്നാൻ 19:36. യേശുവിന്റെ രാജ്യത്തിന് യേശു വിളിച്ചത് സത്യരാജ്യം എന്നാണ്. സത്യരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നൊക്കെ അതിന് വിളിക്കുന്നുണ്ട്. മർക്കോസ് 1:14-15. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവം ഈ ഭൂമിയിൽ വന്നു, യേശു എന്ന ആളിൽ വന്നു. ആ യേശു എന്ന ആളാണ് സ്വർഗരാജ്യം. അതുകൊണ്ട് യേശു സത്യത്തിൽ ദൈവപിതാവിന് സാക്ഷ്യം വഹിക്കാൻ വന്നു, സത്യത്തിൽ സാക്ഷ്യം വഹിക്കാൻ വന്നു, തനിക്ക് തന്നെ സാക്ഷ്യം വഹിക്കാൻ വന്നു എന്ന് തന്നെ പറയാം. ആ തനിക്ക് തന്നെ സാക്ഷ്യം വഹിക്കാൻ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മോശയുണ്ട്, ന്യായപ്രമാണമുണ്ട് എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പല സാക്ഷികളെയും യോഹന്നാനെ സംബന്ധിച്ചിട്ട് 5-ാമത്തെ അധ്യായത്തിൽ ഹാജരാക്കുന്നുണ്ട്. ബേസിക് ആയിട്ട് ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ദൈവരാജ്യം. അത് യേശുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ രാജാവാണ്, രാജാതിരാജനാണ്. വെളിപാട് 19:16. അവൻ കർത്താധി കർത്താവാണ്, ദ റൂളർ ഓഫ് റൂളേഴ്സ്. അങ്ങനെയുള്ള കർത്താവ് ആ രാജ്യത്തിന്റെ മന്ത്രിമാരായിട്ടാണ് സ്ലീഹന്മാരെ വിളിച്ചത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിന് താക്കോലുകൾ നിനക്ക് നൽകുമെന്ന് പത്രോസിന് ദാവീദിന്റെ കൊട്ടാരത്തിൽ ശബനേന്നയ്ക്ക് കൊടുത്ത അതുപോലെ തന്നെ കൊടുക്കുകയാണ്. അപ്പോ രാജാവ് ഈശോ, മന്ത്രിമാര് 12 അപ്പോസ്തലന്മാര്, അതിലൊരു പ്രധാനമന്ത്രി പത്രോസിന് രാജ്യത്തിന്റെ താക്കോല് കൊടുക്കുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുക്കുന്നു. അപ്പോ ദാവീദിന്റെ കൊട്ടാരത്തിൽ ഉണ്ടാകുന്ന അതേ സംവിധാനം തന്നെയാണ് ആധ്യാത്മിക ദൈവരാജ്യമായ സഭയിൽ കർത്താവ് സ്ഥാപിച്ചത്. അതിന്റെ മന്ത്രിമാരായിട്ട് വിളിക്കുകയാണ് കർത്താവ് ഈ 12 പേരെ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറയുന്നതിന്റെ ഒരു ധ്വനി അതാണ്. മർക്കോസ് 1:16-20. ഈ ധ്വനികളൊക്കെ കർത്താവ് അരക്കിട്ടുറപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പത്രോസ് അവനോട് ചോദിച്ചു, ഞങ്ങളെല്ലാം വിട്ടുപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശു അവരുടെ ചെയ്തു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പുനർജീവിതം എന്ന് പറയുന്നത് മാമോദീസയാണ്. മാമോദീസ. അപ്പോൾ മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ, അല്ലാതെ മരിച്ചിട്ടുള്ള പുനർജീവിതം അല്ല, പുനർജന്മമല്ല, റീഇൻകാർണേഷൻ അല്ല. പുനർജീവിതം എന്ന് പറയുന്ന വാക്കിന് മാമോദീസയിൽ നമുക്കുണ്ടാകുന്ന ആ പുതിയ ജീവിതമാണ്. അപ്പോൾ മാമോദീസ വഴി പുതുജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുകയാണ്. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന മന്ത്രിമാരാണ് 12 സ്ലീഹന്മാര്. രാജാവാണ് യേശുക്രിസ്തു. ഇത് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്ന കർത്താവ് ലൂക്കാസിന്റെ സുവിശേഷം 22-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ, എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ് നിങ്ങൾ. ഈശോ 12 പേരോട് പറയുക, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും ഏൽപ്പിച്ചു തരുന്നു. അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കാനും വേണ്ടി അത്രേ. ഇത് മരിച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ അത് നിങ്ങൾ എന്റെ മേശയിൽ നിന്ന്, എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനും കുർബാന, എന്റെ മേശയിൽ നിന്ന് പാനം ചെയ്യാനും കുർബാന, സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ന്യായം വിധിക്കാനും വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് രാജ്യം ഏൽപ്പിച്ചു തരുന്നത്. ഇപ്പോ ഈ 12 പേർക്ക്. അപ്പൊ ഈ ദൈവരാജ്യത്തെ ഭൂമിയിലെ സഭയായിട്ട് താതാത്മ്യപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവ് ഈശോ മിശിഹ, രാജാവായ കർത്താവ് ഈശോ മിശിഹ. അപ്പോൾ രാജാവാണ് ഈശോ, സംശയമില്ല.
രാജാക്കന്മാരുടെ രാജാവാണ് കർത്താവ് ഈശോ മിശിഹ, ഒരു സംശയമില്ല. കർത്താധി കർത്താവാണ്, അതായത് റൂളർ ഓഫ് റൂളേഴ്സ്. അവൻ 12 സിംഹാസനങ്ങൾ ഒരുക്കിയിട്ട് 12 സ്ലീഹന്മാർക്ക് കൊടുത്തു. 12 സ്ലീഹന്മാരോടൊക്കെ ഇല്ലേ, അവർക്ക് പറയാണ്, രാജ്യം ഞാൻ ഏൽപ്പിച്ചു തരുന്നു, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഈ ന്യായം വിധിക്കും. അപ്പോൾ രാജാതിരാജനായ കർത്താവ് തന്റെ മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായിട്ട് പത്രോസിനെയും മറ്റു മന്ത്രിമാരെയും അവരെ തെരഞ്ഞെടുത്ത് സിംഹാസനങ്ങളിൽ ഇരുത്തി ഈ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഭരണം നടത്തുമ്പോൾ അവിടെ നമുക്ക് 2 കാര്യങ്ങൾ ഓർക്കാനുണ്ട്. ഈ രാജാധിരാജനായ ഈശോ മിശിഹയുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. രാജാക്കന്മാരുടെ രാജാവായ ഈശോ മിശിഹയുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. അപ്പൊ രാജ്ഞിയാണ് അവള്, രാജാവിന്റെ രാജ്ഞി, രാജമാത, അമ്മ മഹാറാണി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 2, ഈ 12 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 12 സ്ലീഹന്മാരുടെയും രാജ്ഞിയായിട്ട് വെളിപാട് പുസ്തകം 12:1 മറിയം പ്രത്യക്ഷപ്പെടുന്നു. ഇല്ലേ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ കാൽപാദങ്ങൾക്കടിയിൽ ചന്ദ്രന്റെ ആളുകളും കാൽപാദങ്ങൾക്കടിയിൽ വരും അവളുടെ. പിന്നെ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, 12 സ്ലീഹന്മാരും രാജ്ഞിയായിട്ട്, 12 സിംഹാസനം നിൽക്കുന്ന 12 സ്ലീഹന്മാരും രാജ്ഞിയായിട്ട് മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, ആവിഷ്കരിച്ചിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത് തിരുവചനമാണ്. വെളിപാട് പുസ്തകം 12:1. അപ്പോൾ ഈ തിരുവചനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നെങ്കിൽ മറിയത്തെ സ്ലീഹന്മാരുടെ രാജ്ഞിയായിട്ട് തന്നെ അംഗീകരിക്കണം. അത് സഭ ചെയ്തിരിക്കുന്നു. അതാണ് സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന ആ വാഴ്ത്തുമൊഴിയിലൂടെ മറിയത്തെ സകല തലമുറകളും ഭാഗ്യവതെന്ന് പ്രകീർത്തിക്കുന്ന ആ ജനത്തോട് നമ്മൾ ചേർന്ന് അവൾ വിളിക്കുകയാണ്, സ്ലീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സത്യരാജ്യമായ ദൈവരാജ്യത്തിന്റെ രാജാധിരാജനായ യേശു ക്രിസ്തുവിന്റെ ഈശോ മിശിഹയുടെ അമ്മയാണ് മറിയം എന്നതിനാൽ, അവൻ വിളിച്ച സ്ലീഹന്മാരുടെ രാജ്ഞിയാണ് അവൾ എന്നതിനാൽ അവളെ സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ആ സ്ലീഹന്മാരുടെ മേലാണ് ഈശോ തന്റെ സഭ സ്ഥാപിച്ചത്. സ്ലീഹന്മാർ ഇല്ലേ, അപ്പസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അവൻ സഭ സ്ഥാപിച്ചു. ആ സ്ലീഹന്മാരുടെ രാജ്ഞിയായിട്ട് ബൈബിള് മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്ലീഹന്മാരുടെ രാജ്ഞി എന്ന് മറിയത്തെ വിളിക്കുന്നത് തിരുവചനത്തോട് ചേർന്നുകൊണ്ടാണ്. കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ഒരു വിഗ്രഹാരാധനയുടെ ഭാഗമല്ല ഈ വാഴ്ത്തുമൊഴി, മറിച്ച് തിരുവചനങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മളൊരു ഗുളിക രൂപത്തിൽ അവതരിപ്പിച്ച് ആ തിരുവചനങ്ങളുടെ ആഘോഷമായ പ്രാർത്ഥനകളിൽ അത് ചൊല്ലുകയാണ്. അതുകൊണ്ട് ഈ ജപമാല എന്ന് പറയുന്ന ജപമാല, അതില് രഹസ്യങ്ങളൊക്കെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാല് പണ്ട് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരന്റെ ബൈബിളാണ് ഈ ജപമാല, അത് തിരുവചന ജപമാല ആകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് പറഞ്ഞത് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ തിരുവചന ജപമാല എന്ന പുസ്തകം എഴുതിയത്. നിങ്ങളത് വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് മറിയത്തെ ഇങ്ങനെ തെറി പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ മുഴുവൻ മറിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവളിലൂടെ അവരെ കർത്താവിലേക്ക് സമർപ്പിക്കുന്ന ഒരു യജ്ഞമായിട്ട് ഈ ജപമാല മാസവും അതിനുശേഷവും സംഭവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് പണം ഈ തിരുവചന ജപമാല എന്ന പുസ്തകം വാങ്ങിച്ച് പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ദശാംശം ഉപയോഗിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും 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 അപേക്ഷിക്കുകയാണ്. മറിയം നമുക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവര കല്യാണവും മരിച്ചവരുടെ ഉയർപ്പും. സീറോ മലബാർ വേദപഞ്ചാംഗം മൂശക്കാലം, ഏലിയസ്ലിവ മൂശക്കാലത്തില് 8ാമത്തെ ഞായറാഴ്ച, മൂശക്കാലം 4ാമത്തെ ഞായറാഴ്ച. മത്തായിയുടെ സുവിശേഷം 22ാം അധ്യായം 23 മുതൽ 33 വരെ തിരുവചനങ്ങൾ. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദ്ദുക്കായർ അന്ന് അവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഗുരു, ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര കല്യാണം കഴിച്ച് തന്റെ സഹോദരന് സന്തതിയായി ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമൻ വിവാഹം ചെയ്ത ശേഷം മരണമടഞ്ഞു. സന്തതി ഇല്ലാതിരുന്നതിനാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടു. ഇങ്ങനെ തന്നെ 2ാമനും 3ാമനും അങ്ങനെ 7ാമൻ വരെയും. എല്ലാവർക്കും ഒടുവിലായി ആ സ്ത്രീയും മരിച്ചു. അതിനാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നല്ലോ. യേശു മറുപടി പറഞ്ഞു, തിരുവെഴുത്തുകളോ ദൈവത്തിന് ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹം ചെയ്തു കൊടുക്കുന്നുമില്ല. പിന്നെയോ അവർ സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ആയിരിക്കും. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ?
ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ള ഒരു ദൈവം അത്രേ. ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തിൽ വിസ്മയിച്ചു. വളരെ യാഥാസ്ഥിതികരായിരുന്നു സദ്ദുക്കായര്. അക്കൂട്ടരാണ് ഇപ്പൊ ഈശോയെ യേശുവിന്റെ അടുക്ക് വന്നിട്ട് ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ഇവരെ ഞാൻ കാണിച്ചു തരാമെന്ന മട്ടിൽ വെല്ലുവിളിക്കുന്നത്. ഇന്നും ചില അകത്തോലിക്ക വിഭാഗങ്ങൾ യേശുവിന്റെ മറുപടി കേട്ട് അവർ തെറ്റ് തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന സന്ദേശം ഇതിനകത്തുണ്ട്. പുനരുത്ഥാനം ഇല്ലെന്ന് വിചാരിക്കുന്ന സദ്ദുക്കായര് യഹൂദ മതത്തിലെ മുഖ്യധാര വിശ്വാസമായി ഒത്തുപോകാത്തതാണ് സദ്ദുക്കാരുടെ വിശ്വാസം. കർത്താവിന്റെ കാലത്ത് 4 സെക്ടുകളാണ് യഹൂദ മതത്തിലുള്ളത്. ഒന്ന് എസീനികൾ എന്ന് പറഞ്ഞ കുമ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന എസീനികൾ, മറ്റൊന്ന് സെലോട്ടുകൾ, പിന്നെ തീവ്രവാദിയായ ശെമിയോൻ എന്നൊക്കെ പറയില്ലേ, പിന്നെ ഫരിസയര്, പിന്നെ സദ്ദുക്കായര്. ഇതിൽ സദ്ദുക്കായരാണ് ഇവിടെ വരുന്നത്. ആത്മാവ് അമർത്യമാണെന്ന യവന വിശ്വാസമോ ശരീരത്തിൽ ഉയർപ്പെന്ന ഫരിസരുടെ വിശ്വാസമോ യഹൂദർ സദ്ദുക്കായർ അംഗീകരിച്ചിരുന്നില്ല. നടപടി പുസ്തകം 23:8 അത് സൂചനയുണ്ട്. അതേസമയം പുനരുത്ഥാനം ഉണ്ടെന്ന വാദത്തിന് വേണ്ടി അവർ അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതൊരു മുഖംമൂടിയാണ്. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നത് എത്ര മണ്ടത്തരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കൗശലം. ഉത്തരം നൽകാൻ പറ്റാത്ത ചോദ്യം ഉന്നയിച്ചാൽ യേശുവിനെ കുഴിയിൽ ചാടിക്കാം എന്നൊരു വ്യാമോഹം ആയിട്ടാണ് അവർ വരുന്നത്. ഞങ്ങളുടെ ഇടയിൽ ദേവര കല്യാണം കഴിച്ച ഒരാള്, ദേവര കല്യാണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ എപ്പി ഗംബ്രവുവോ എന്നാണ് ഗ്രീക്കില്. എപ്പി ഗംബ്രവുവോ, എപ്പിഗാമിയ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും. അതിൽ നിന്നുള്ള നാമാണെന്ന് ഞാൻ വിചാരിക്കണേ. എപ്പി ഗംബ്രവുവോ എന്ന് പറഞ്ഞാൽ ദേവര കല്യാണം എന്ന് നമ്മൾ തർജ്ജമ ചെയ്ത്, ചില തർജ്ജമകൾ അങ്ങനെയാണ്. ഭർത്തൃ സഹോദരൻ, അതായത് ഭർത്താവിന്റെ സഹോദരൻ എന്ന നിലയിൽ കല്യാണം കഴിക്കുക, അതാണ് ആ സംവിധാനം. ലത്തീനില് ലെവിർ എന്നൊരു വാക്കുണ്ട്. ലെവിർ ഭർത്തൃ സഹോദരൻ എന്നാണ് അതിനർത്ഥം. അതിനാൽ ലെവിറേറ്റ് മാരേജ് എന്ന് ഇതിന് വിളിക്കും. ലെവിറേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ അളിയന്റെ കല്യാണം, ഭർത്തൃ സഹോദരന്റെ വിവാഹം അല്ലെങ്കിൽ കല്യാണം. ഇതൊരു സമ്പ്രദായമാണ്. ഒരു സഹോദരൻ ആൺമക്കളില്ലാതെ മരിച്ചാൽ അയാളുടെ വിധവയെ ഈ മരിച്ചയാളുടെ സഹോദരൻ വിവാഹം ചെയ്ത് മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഒരു പിൻതലമുറയെ സൃഷ്ടിക്കണം. മരിച്ചുപോയ സഹോദരന്റെ മകനായിട്ടാണ് ആ ശിശുവിന്റെ പേര് രജിസ്റ്ററിൽ ചേർക്കേണ്ടത്. ഉൽപ്പത്തി 38:8, നിയമാവർത്തന പുസ്തകം 25:5 ഈ സൂചന കാണാം. റൂത്ത് 4-ാമത്തെ അധ്യായത്തിൽ ഇത് ഈ സമ്പ്രദായം കാണാം. ഈ ദേവര കല്യാണം അല്ലെങ്കിൽ ഭർത്തൃ സഹോദര ധർമ്മം എന്നൊക്കെ വിളിക്കുന്ന ആ സംഗതി കാണാം. ഇവരൊരു സാങ്കല്പിക കഥ കൊണ്ടുവരികയാണ്. 7 സഹോദരന്മാര് ഒരേ സ്ത്രീ കല്യാണം കഴിച്ചു. തോബിത്തിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. തോബിത്തിന്റെ ഗ്രന്ഥം 7:11. അവളെ എല്ലാവർക്കുമായിരുന്നു. 7 പേർക്കും ഒരു സ്ത്രീ ഭാര്യയായിരുന്നു. അപ്പൊ 7 കെട്ടിയന്മാരും ഇല്ലേ, കെട്ടിയന്മാർക്കും അവളുടെ മേൽ തുല്യ അവകാശമുണ്ടല്ലോ എന്നാണ് ഒരു വാദത്തിന് വേണ്ടി സദ്ദുക്കാര് പറയണേ. അപ്പോ പുനരുത്ഥാനത്തിൽ ഇവള് ആരുടെ ഭാര്യയായിരിക്കും? കർത്താവ് കൊടുക്കുന്ന മറുപടി നോക്കിയാൽ, നിങ്ങൾക്ക് തിരുവെഴുത്തുകളോ ദൈവത്തിന്റെ ശക്തിയോ ഒന്നും അറിയില്ല. മരിച്ചവരുടെ ഉയർപ്പ് എന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സത്യങ്ങളൊന്നും തന്നെ അവർക്ക് അറിയില്ല. തിരുവെഴുത്തുകളും അറിയില്ല, ദൈവത്തിന് ശക്തിയും അറിയില്ല. മരിച്ചവരെ ഉയർപ്പിക്കൽ ദൈവത്തിന്റെ ശക്തിയിൽ അവർക്ക് വിശ്വാസമില്ല. സാധാരണ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുന്നത് പോലെ വേദത്താൾ വായിച്ചാൽ തെറ്റുപറ്റും. ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ലെങ്കിലും തെറ്റുപറ്റും. തിരുവചനം ശരിയായി ഗ്രഹിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയാതെ വരും അങ്ങനെയുള്ളവർക്ക്. ഈ പല ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ബൈബിളിനെ വെറും ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ട് സമീപിക്കുക. വിശ്വാസവും ഇല്ല, സഭാസ്നേഹവും ഇല്ല. അങ്ങനെയുള്ളവർക്ക് തെറ്റുപറ്റുമെന്നാണ് കർത്താവ് പറയണേ. ദൈവത്തിന്റെ ശക്തിയും തിരിച്ചറിയുന്നില്ല, തിരുവെഴുത്തുകൾ മനസ്സിലാകുന്നില്ല. പുനരുത്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് പറയണ ഒരു മാലാഖമാരെ പോലെയാണ്. പുനരുത്ഥാനമില്ലെന്ന സദ്ദുക്കാരുടെ നിലപാട് യേശു പാടെ നിഷേധിക്കുകയാണ്. ശരീരത്തിന് ഉയർപ്പ് എന്ന ഫരിസയരുടെ നിലപാട് യേശു അംഗീകരിക്കുകയാണ്. ഭൂമിയിലെ പോലുള്ളതല്ല ജീവിതമല്ല സ്വർഗത്തിലെ, ഭൂമിയിലെ പോലെ അല്ല. അത് പാടെ ഇല്ലേ, സ്വർഗത്തിലെ എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തുടർച്ചയുണ്ട്, പക്ഷെ പാടെ അന്തരം വന്നൊരു അസ്തിത്വമാണ്. 1 കൊറിന്തോസ് 15:44 പൗലോസ് അത് പറയുന്നുണ്ട്. മാംസവും രക്തവും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ശരീരത്തോടു കൂടെയാണ് നാം ഉയർക്കുക തീർച്ചയായിട്ടും, പക്ഷെ അത് ഭൗതിക ശരീരമായിരിക്കില്ല. രൂപാന്തരം എന്ന ശരീരം എന്ന് പറഞ്ഞാൽ ആള്. ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ലല്ലോ, അല്ലല്ലോ. ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പ്. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആളിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അല്ലാതെ ഹിന്ദുക്കൾ വിചാരിക്കുന്ന ശരീരം ആത്മാവ് എന്നുള്ള വ്യത്യാസം അതല്ല ക്രിസ്ത്യാനികൾക്ക്. ഗ്രീക്കുകാരും അങ്ങനെ വിചാരിച്ചിരുന്നേ, ആത്മാവ് അമരത്വം പ്രാപിച്ചത് അല്ലേ, ശരീരം നശിച്ചു പോകുന്നത്. ആ സങ്കല്പമൊന്നും ക്രിസ്ത്യാനികൾക്കില്ല. ശരീരത്തിന്റെ ഉയർപ്പിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ
ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് മാതാപിതാക്കൾ ശരീരം കൊടുക്കുന്നതോടെ ആ ആത്മാവ് ആളായി മാറി. ആ ആളെയാണ് ആത്മാവെന്നോ ശരീരം എന്ന വാക്കുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആളുടെ ഉയർപ്പാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, ആളുടെ, ആത്മാവിന്റെ അല്ല. അതിനാൽ പക്ഷെ ആളുടെ ഉയർപ്പെന്ന് പറഞ്ഞാലും രൂപാന്തരം എന്ന ആളാണ്. കാരണം ഭൗതിക ശരീരത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആളാണ് പോകുന്നത്, പക്ഷെ രൂപാന്തരം എന്ന ശരീരത്തോടു കൂടി ആയിരിക്കും. അതിനാൽ ഭൂമിയിലെ വിവാഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന 2 ലക്ഷ്യങ്ങള്, അതായത് ദമ്പതികളുടെ പരസ്പര നന്മ, മക്കളെ ജനിപ്പിച്ച് വളർത്തുക, ഇത് പുനരുത്ഥാനത്തോടെ, അതായത് മരണത്തോടെ അവസാനിക്കുകയാണ്. പുനരുത്ഥാനത്തിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. സഭയുടെ അംഗസംഖ്യ കൂട്ടുക, ദമ്പതികളെ പരസ്പരം വിശുദ്ധീകരിക്കുക, ഇവയൊന്നും സ്വർഗീയ ജീവിതത്തിൽ ആവശ്യമില്ലല്ലോ. മക്കളെ ജനിപ്പിക്കാത്ത മാലാഖമാരെ പോലെ ആയിരിക്കും സ്വർഗത്തിൽ നീതിമാന്മാര്. മാലാഖമാരെ പോലെ ശരീരമില്ലാത്തവരായിരിക്കും എന്നല്ല, മാലാഖമാരെ പോലെ അവർ ദൈവത്തെ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതേസമയം മാലാഖമാർ വെറും ആത്മാക്കളല്ല, അവർക്ക് അതിഭൗതികമായി ശരീരമുണ്ട് എന്ന സൂചനയുമുണ്ട്. അപ്പോൾ സ്വർഗത്തിന്റെ ജീവിതം ഭൂമിയുടെ തുടർച്ചയാണെന്ന് വിചാരിച്ച സദ്ദുക്കാർക്ക് തെറ്റുപറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവ് ദൈവത്തിന്റെ ശക്തി, ഈ ഉയർപ്പിക്കാനുള്ള ആ ശക്തി അതവർ അംഗീകരിച്ചിട്ടില്ല. തിരുവെഴുത്തുകൾ മനസ്സിലായിട്ടില്ല. എന്നിട്ട് തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവ് അവരോട് ചോദിക്കുക, നിങ്ങൾ വായിച്ചിട്ടില്ലേ? മോശയുടെ ന്യായപ്രമാണം മാത്രമാണ് ദൈവനിവേശം എന്ന നിലപാടുള്ള സദ്ദുക്കാരോട് യേശു ചോദിക്കുക, നിങ്ങളുടെ വേദത്താളുകൾ നിങ്ങൾ പുനരുത്ഥാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? തിരുവചനങ്ങളിൽ അടിത്തറയുണ്ടെന്ന് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് കർത്താവ് വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് കർത്താവ് ഒരു വചനം കൂട്ടുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്നല്ലേ ദൈവം വെളിപ്പെടുത്തിയത്? തിരുവചനത്തിലില്ലേ? ഈ തിരുവചനത്തിൽ ഒരുപാട് ധ്വനികളുണ്ട്. ഒന്നാമത്തെ ധ്വനി, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വാസമില്ലാത്ത സദ്ദുക്കായർ വേദഗ്രന്ഥം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ ധ്വനി. 2, ദൈവവും മരിച്ചവരും തമ്മിൽ ബന്ധമില്ലെന്ന അവരുടെ നിലപാട് തെറ്റാണ്. ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഇതേ സന്ദർഭത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ലൂക്കാസ് 20:38. ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുക, നമുക്കാണ് ചിലർ മരിച്ചവര്. 3, ബൈബിളിന്റെ കാനോനികത, അതായത് ബൈബിളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന വിഷയം കർത്താവോട് ചർച്ച ചെയ്യുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണമെങ്കിൽ പഞ്ചഗ്രന്ഥം മാത്രം മതി വേദപുസ്തകത്തിൽ എന്നാണ് അവർ വിചാരിച്ചിരുന്നത് സദ്ദുക്കായര്. കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, പ്രവാചകന്മാരുടെ ആധികാരികത നിങ്ങൾ അംഗീകരിക്കണം. മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം വേദപാഠങ്ങളുണ്ട്. യേശുവിന് അത് എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. യെശയ്യാ 26:19, യെഹെസ്കേൽ 37:1-14, ദാനിയേൽ 12:2. എന്നാൽ യേശു അത് ഉപയോഗിക്കാതെ സദ്ദുക്കായർ അംഗീകരിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതും പ്രധാനപ്പെട്ടതാ. സദ്ദുക്കാർ അംഗീകരിക്കുന്ന വേദവചനം ഈ മോശയുടെ ന്യായപ്രമാണം മാത്രം. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളോട് സംസാരിക്കുമ്പോൾ ബൈബിള് മാത്രം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകില്ല. ഇസ്ലാമിനോട് സംസാരിക്കുമ്പോൾ ഖുറാനിലെ ചില വചനങ്ങളും എടുത്ത് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകും. ഇപ്പം ഞാൻ എന്റെ അടുക്കൽ ചിലര് വന്ന് പറയാറുണ്ട്, ഈശോ ദൈവം, മുസ്ലിംസ് ഈ ഈശോ ദൈവമാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയും, ഓക്കെ, നിങ്ങളുടെ ഖുറാനുണ്ടോ കയ്യിൽ? ഖുറാനുണ്ട്, എടുക്കൂ. 19-ാം അധ്യായം ഞാൻ വിചാരിക്കണേ, ഒന്ന് എടുത്തേ. അതിനകത്ത് ഈ ഗബ്രിയേൽ മാലാഖയും മറിയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും യഹൂദ മതഗ്രന്ഥങ്ങളിൽ നിന്നും ക്രിസ്തീയ മതഗ്രന്ഥങ്ങളും എടുത്തിട്ട് കുറെയെല്ലാം നിഷേധിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഖുറാൻ. എങ്കിലും വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കുക. നിങ്ങളുടെ ഖുറാനകത്ത് എഴുതിയിരിക്കുകയാണ് ഇല്ലേ, ഗബ്രിയേൽ മാലാഖ, ജിബ്രീൽ എന്ന് പറഞ്ഞ മാലാഖ മറിയത്തോടുള്ള മംഗളവാർത്ത. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മറിയം ചോദിക്കേണ്ടത് എങ്ങനെ സംഭവിക്കും? അവരാണ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതായത് ഒരു പുരുഷന്റെ സഹായമില്ലാതെ നീ ഗർഭം ധരിക്കും, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, സംഭവിക്കും. എന്നിട്ട് അവിടെ ഫുട് നോട്ട് എഴുതിയിരിക്കുകയാണ് ഖുറാനകത്ത്, ഈ യേശുവിന് ഒരു പുരുഷ അപ്പനില്ല, ഇല്ലേ, ഒരു അപ്പനില്ലാതെയാണ് യേശു ജനിച്ചത് എന്ന് കരുതിയിട്ട് അവൻ മനുഷ്യനല്ല എന്ന അർത്ഥമില്ല. അവിടെ ഫുട് നോട്ട് എഴുതിയിരിക്കുക. ഇപ്പൊ ഞാൻ അവർ ഈ മുസ്ലിം സഹോദരന്മാർ ചോദിക്കുന്ന ചോദ്യതാണ്, അവൻ വെറും മനുഷ്യനാണെങ്കിൽ എന്തിനാണ് ഒരു അപ്പനില്ലാതെ, മാനുഷിക പിതാവില്ലാതെ അവൻ ജനിച്ചത്? നിങ്ങളുടെ ഖുറാൻ ഇത് പറയണേ. അവൻ വെറും മനുഷ്യനാണെങ്കിൽ എന്തിനാണ് മാനുഷിക പിതാവില്ലാതെയാണ് ഈശോ ജനിക്കുന്നതെന്ന് നിങ്ങളുടെ വേദപുസ്തകത്തിൽ പറയുന്നത്? അത് പറയുമ്പോൾ തന്നെ അവർക്ക് ഞെട്ടലാവും. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇസ്മായേലിനെയാണ് ബലി കഴിച്ചതെന്ന് നിങ്ങൾ പറയണു. എവിടെയാണ് ഖുറാൻ എഴുതിയിരിക്കുന്നത്? ഖുറാനിൽ അങ്ങനെ എഴുതിയിട്ടില്ല, ഇസ്മായിലാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാ ചെയ്ത് ശരിയാവുക? എങ്ങനെയാ? യെറൂസലമിലേക്ക് ഇല്ലേ സ്വപ്നത്തിൽ മുഹമ്മദ് അല്ലാതെ പോയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ യെറൂസലം ആക്രമിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ന്യായമുള്ളത്? ഒരു സ്വപ്നം കണ്ടുന്ന
ഞാൻ സ്വപ്നം കണ്ടു, മക്ക എന്റെയാണ്, എനിക്ക് അവിടെ യുദ്ധം ചെയ്യാൻ വന്ന് കൈയടക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പെന്തക്കോസ്ത പാസ്റ്റർമാർ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. അവർ ഖുറാൻ ഇങ്ങനെ അരച്ചുകുറുക്കി പഠിച്ചിട്ട് അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് സത്യവിശ്വാസത്തിന് എതിരായിട്ട് വരുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കുക. കർത്താവാദ ചെയ്തേ അവരംഗീകരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം മാത്രമാണ്. പ്രവാചകന്മാരോ ജ്ഞാനഗ്രന്ഥങ്ങളോ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിന്റെ വചനം പുറപ്പാട് 3:6 കർത്താവ് ഉപയോഗിക്കുകയാണ്. അബ്രഹാം മരിച്ചിട്ട് ഏകദേശം 600 വത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ താൻ അബ്രഹാമിന്റെ ദൈവമാണെന്ന് പറയണേ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണെന്ന് പറയണേ. ഇതിൽ നിന്ന് 2 നിഗമനങ്ങൾ എടുക്കണമെന്നാണ് യേശു പറയുന്നത്. ഒന്ന്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ ഇപ്പോൾ ദൈവത്തോടൊത്ത് ജീവിച്ചിരിക്കുന്നു. അവർ അമരത്വം പ്രാപിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കുകയാണ്. അവർ പണ്ടെങ്ങോ മരിച്ചുപോയവരോ നിദ്ര പ്രാപിച്ചവരോ അല്ല. അവർ അസ്തിത്വത്തിലില്ലെങ്കിൽ അവർ ദൈവമാണെന്ന് പരിചയപ്പെടുത്താൻ ഉചിതമല്ലല്ലോ. ഹെബ്രായ ലേഖനത്തിൽ 12-11 അധ്യായത്തിൽ നിങ്ങൾ നോക്കുക. ഹെനോക്ക്, നോഹ, അങ്ങനെ അബ്രാഹാം എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിൽ വിശുദ്ധരെ മുഴുവൻ പറഞ്ഞിട്ട് 12:1 പറയാണ് എന്താണ്? സാക്ഷികൾ ഇത്ര വലിയൊരു മേഘാവലി നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളെ, പഴയ നിയമത്തിലെ സാക്ഷികളെ ഇത്ര വലിയൊരു മേഘാവലി നമുക്ക് ചുറ്റും നിൽക്കുന്നു. പഴയ നിയമത്തിലെ വിശുദ്ധര് മുഴുവൻ നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്നാണ് ഹെബ്രായ ലേഖനം 12:1. പുണ്യവാന്മാരുടെ ഐക്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുണ്യവാന്മാരുടെ ഐക്യം കത്തോലിക്ക സഭ കണ്ടെത്തിയതൊന്നുമല്ല, ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതാണ് കർത്താവും പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ ഈ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ അവരുടെ ദൈവമെന്ന് പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ മരിച്ചവരുടെ ഉയർപ്പുണ്ടെന്ന് മോശയുടെ ന്യായപ്രമാണം തെളിയിച്ചിരിക്കുന്നു. 2, ദൈവത്തോടൊപ്പമുള്ള അവരുടെ സജീവ സാന്നിധ്യമാണ് ഭാവിയിൽ അവർ ശരീരത്തോട് ഉയർപ്പിക്കപ്പെടുമെന്നതിനുള്ള പൂർവ്വ വ്യവസ്ഥ. കത്തോലിക്ക സഭയുടെ മതബോധനം 551. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ അപ്പനോടും അമ്മയോടും ശരീരം കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ അവർ ശരീരം കൊടുത്തു കഴിയുമ്പോൾ ആ ആത്മാവ് ആളായി മാറും. ആ ആളെയാണ് ക്രിസ്ത്യാനികൾ ആത്മാവെന്നോ ശരീരമെന്നോ വിളിക്കുന്നത്. ആളെയാണ്, ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവ്, ആളായി മാറിയ ആത്മാവ് ശരീരത്തിൽ വേർപ്പെടും. ഈ ആളാണ് ദൈവത്തോടൊപ്പം വസിക്കുന്നത്. അന്ത്യദിനത്തില് ഈ ശരീരം ഉയർപ്പിക്കപ്പെട്ട് ഈ ആളത്തോട് ചേരും. അപ്പോൾ ദൈവത്തോടൊപ്പമുള്ള ഈ മരിച്ചവരുടെ ദൈവത്തോടൊപ്പമുള്ള സജീവ സാന്നിധ്യമാണ് ഭാവിയിൽ അവർ ശരീരത്തെ ഉയർപ്പിക്കപ്പെടുന്നതിനുള്ള പൂർവ്വ വ്യവസ്ഥ പോലും. ഇതാണ് കർത്താവ് വെളിപ്പെടുത്തിയത് ഈ തിരുവചനത്തിലൂടെ. ഈ സദ്ദുക്കാരെ പോലെ, ഏകദേശം സദ്ദുക്കാരെ പോലെയാണ് നമ്മുടെ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികളൊക്കെ. മരിച്ചവരൊക്കെ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാടില്ല, ഇതെല്ലാം കത്തോലിക്ക സഭ ഇനി തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഈ സദ്ദുക്കാരെ പോലെ തന്നെ നടക്കുകയാണ് അവര്. സദ്ദുക്കാർക്ക് മാനസാന്തരം വന്നോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർക്കൊക്കെ മാനസാന്തരം വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ട ഒരാളാണ് ഈ നിക്കോദമസ്, അല്ലേ? അങ്ങനെയുള്ളതാണ്. നമ്മുടെ പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും യഹോവ സാക്ഷികൾക്കൊക്കെ മാനസാന്തരം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ തിരുവചനങ്ങള് നേരാവണ്ണം പഠിച്ച് ഈ ദൈവത്തിന്റെ ശക്തിയിലും വിശ്വസിക്കട്ടെ, തിരുവഴുത്തുകളുടെ ജ്ഞാനവും അവർക്കുണ്ടാകട്ടെ. അങ്ങനെ ഈ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിന്റെ വചനങ്ങളെല്ലാം സാകല്യാവസ്ഥയില് അതൊന്നും വിട്ടുകളയാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭയിൽ അവർ വന്ന് കത്തോലിക്ക സഭയുടെ ശുദ്ധീകരണം ഉള്ളിൽ നിന്ന് നടത്തട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നമുക്ക് ഈ ഒരു വിശ്വാസം, മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയില്ല, ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാളും മോശമാണ്. അതുകൊണ്ട് ഈ മരിച്ചവരുടെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള മരണമില്ല, ട്രാൻസ്ഫറാണ്, സ്ഥലമാറ്റമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സ്ഥലമാറ്റമാണ്. ഇവിടെ നിന്ന് ഈ താൽക്കാലിക വസതിയിൽ നിന്ന് സ്ഥിരമായ വസതിയിലേക്കുള്ള ആ സ്ഥലമാറ്റം. അത് പക്ഷേ കർത്താവിന് കൂടാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ഒരേ ഒരു ആളേ ഉള്ളൂ, അത് യേശുമിശിഹായാണ്. അവനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ആ ഒരു വിശ്വാസത്തില്, മരിച്ചവൻ ഉത്ഥാനം ചെയ്ത കർത്താവുള്ള വിശ്വാസത്തില് നമ്മളും മരിച്ചവരുടെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ തന്നെ ഈ ആളായി മാറുന്ന ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള ആ പുണ്യത്തോടെ, ദൈവത്തിന്റെ കൃപയിൽ മരിക്കാനും ആ പുണ്യത്തോടെ അവന്റെ അടുക്കൽ ചെല്ലാനും ദൈവത്തെ മുഖത്തോട് മുഖം കാണാനുള്ള ആ മഹാഭാഗ്യം ലഭിക്കാനും ഉള്ള പ്രത്യാശയോടെ ഇഹലോകത്ത് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ആ പ്രത്യാശ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ മുഴുവൻ ഭരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തട്ടിലിനെ തട്ടിമാറ്റിയാൽ പ്രശ്നം തീരുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നത്. അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, തട്ടിൽ പിതാവിനെ മാറ്റിയാൽ സീറോ മലബാർ സഭയിൽ പ്രശ്നം തീരുമോ? വേറൊരു കൂട്ടർ പറഞ്ഞു, പാമ്പ്ളാനി പിതാവിനെ മാറ്റിയാൽ പ്രശ്നം തീരും. വേറൊരു കൂട്ടർ പറഞ്ഞു, വത്തിക്കാൻ ഇടപെട്ടാൽ ഈ പ്രശ്നം തീരുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുപോലെ മറ്റു രൂപതയിലും നടക്കുന്ന ചില കുർബാനയ്ക്കിടയിലുള്ള ഈ ആരതി പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വേറെ ചില ചോദ്യങ്ങളുണ്ട്. ഇതിലെ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ നൽകുകയാണ്. ആദ്യം ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം പറയട്ടെ. ഇപ്പം തട്ടിൽ പിതാവിനെയോ പാമ്പ്ളാനി പിതാവിനെയോ മാറ്റിയാൽ ഈ പ്രശ്നം തീരുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രശ്നം തീരില്ല. തട്ടിൽ പിതാവിനെയോ പാമ്പ്ളാനി പിതാവിനെയോ മാറ്റിയാൽ മാത്രം സീറോ മലബാർ സഭയിലെ പ്രശ്നം തീരില്ല. കാരണം പൗരത്യ സുറിയാനി എന്ന കൽദായ സുറിയാനി സഭയാണ് സീറോ മലബാർ സഭ. അതൊരു ശ്ലൈഹിക സഭയാണ്. തോമസ് ലീഹ ഭാരതത്തിൽ 2 പ്രാവശ്യം വന്നുവെന്ന സത്യം നിഷേധിക്കാനാവാത്ത തരത്തിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് വെറൊരു പാരമ്പര്യമോ ഐതിഹ്യമോ കെട്ടുകഥയോ ഒന്നുമല്ല. ഭൗതിക തെളിവുകൾ ധാരാളം കിട്ടിക്കഴിഞ്ഞു. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും തോമസ് ലീഹ 2 പ്രാവശ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ധാരാളം തെളിവുകളും പുസ്തകങ്ങളും വന്നു കഴിഞ്ഞു. ഭൗതിക തെളിവുകളാണ് ഞാൻ പറയുന്നത്, വെറും പുരാണങ്ങളും കെട്ടുകഥകളും ഒന്നുമല്ല. തോമാട് സിംഹാസനം എന്ന എൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ അതിൻ്റെ ഒരു ചെറിയ രൂപം കൊടുത്തിട്ടുണ്ട്. മൗണ്ട് തോമസ് ഇറങ്ങിയിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിനകത്ത് അവർ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരും തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ഈ നിരീശ്വരവാദികൾ പറഞ്ഞു. അത് പിന്നെ എറണാകുളത്ത് കുറച്ചുപേർ ഏറ്റുപിടിച്ചു. അത് പിന്നെ വേറെ കുറച്ച് പേര് ഏറ്റുപിടിക്കാൻ തുടങ്ങി. സീറോ മലബാർ സഭയെ തകർക്കാനായിട്ട് ശ്രമിച്ചവരൊക്കെ. ഇനി അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അത്രമാത്രം തെളിവുകളും രേഖകളും നമ്മൾ കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി തെളിവുകൾ കിട്ടി. ഇങ്ങനെയുള്ള ഒരു ശ്ലൈഹിക സഭയുടെ തനത് ദൈവശാസ്ത്രവും വിശ്വാസവും ജീവിതവും ചരിത്രവും അതിന്റെ വിശുദ്ധ പാരമ്പര്യവും അതിന് മറ്റ് സഭകളിൽ നിന്നുള്ള മേന്മയും തനത് സ്വത്വവും അറിയുന്നവരും അതിനോട് കൂറു പുലർത്താൻ ചങ്കുറപ്പുള്ളവരുമായവർ നേതൃത്വത്തിൽ വന്നാലേ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീരും. പുതിയ പ്രശ്നങ്ങൾ വരും, പക്ഷെ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീരാൻ ഒരുപക്ഷെ ഇങ്ങനെയൊരു നേതൃത്വം വരണം. ഇവയൊന്നിനോടും താല്പര്യമില്ലാതെ അധികാരത്തോട് മാത്രം ആക്രാന്തമുള്ളവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീരില്ലെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കുകയും രൂക്ഷമാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അതേസമയം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള അറിവുള്ളവരും അത് നേരിട്ട് അറിയണമെന്ന് തന്നെ നിർബന്ധമില്ല. നല്ല അറിവുള്ളവരെ ഉപദേശകരെ വെച്ചാൽ പോലും ആ പ്രശ്നം തീരും. ഇപ്പം രാജ്യം ഭരിക്കുന്നവർ എല്ലാ കാര്യം അറിഞ്ഞിട്ടല്ലല്ലോ നന്നായിട്ട് രാജ്യം ഭരിക്കുന്നത്. അത് നല്ല അറിവുള്ളവരെയും ഉപദേശങ്ങൾ കഴിവുള്ളവരൊക്കെ അവർ വെക്കുന്നു. അവരെ തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറാകുന്നു. അപ്പോഴാണ് ഒരു നല്ല ഭരണകർത്താവ് ഇല്ലേ, നല്ല ഉപദേശകരുണ്ടായാൽ, നല്ല മന്ത്രിമാരുണ്ടായാൽ നല്ല ഭരണമുണ്ടാകുമെന്നുള്ളതാണ് പോയിന്റ്. അപ്പം അങ്ങനെ അറിവുള്ളവരെ കേൾക്കാൻ തയ്യാറുള്ളവരും നെഞ്ചും വെച്ച് നിൽക്കാൻ തയ്യാറുള്ളവരും മുന്നിട്ടിറങ്ങിയാൽ ഈ എറണാകുളത്തെ പ്രശ്നം മാത്രമല്ല തീരുക, മറ്റെല്ലാ രൂപതകളെയും ഒന്നിച്ച് ഐക്യതയിലേക്ക് കൊണ്ടുവന്ന് തെക്ക് വടക്ക് നടുക്ക് ഇങ്ങനെ 3 കഷ്ണമായിട്ട് കിടക്കുകയാണ് ഈ സീറോ മലബാർ സഭ. അതെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു സഭയായിട്ട് രൂപപ്പെടുത്താൻ, ആ ഐക്യത രൂപപ്പെടുത്താൻ സ്ഥാപിച്ചെടുക്കാൻ കഴിയും. ചുരുങ്ങിയ പക്ഷം പുതിയ മെത്രാന്മാരെ നിയമിക്കുമ്പോഴെങ്കിലും ഈ പറഞ്ഞ ഈ സഭാഗുണങ്ങളുള്ള, സ്വഭാവ ഗുണം വേണം, സഭാഗുണങ്ങളുള്ള, സഭയുടെ പാരമ്പര്യങ്ങളോട് വിശ്വസ്തതയുള്ള ആളുകളെ നിയമിച്ചാൽ ഭാവിയിലെങ്കിലും പ്രത്യാശപൂരിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ചിലരൊക്കെ എന്നെ എതിർക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ. തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും ഞാൻ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അവരുടെ പല പ്രവൃത്തികളെയും ഞാൻ അങ്ങേയറ്റം മോശമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇനിയും ചെയ്യും. പക്ഷേ ഒന്ന്, അവരോട് എനിക്ക് വ്യക്തിപരമായ വിരോധമില്ലെന്ന് മാത്രമല്ല, അവർ ചെയ്ത നന്മയെ നമ്മൾ കാണാതെ പോകരുത്.
അവർ ചെയ്ത നന്മയും നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ എതിർക്കാൻ വേണ്ടിയല്ല, അവര് കുറച്ചും കൂടി കാര്യക്ഷമമായി ചെയ്യണമെന്നുള്ള അഭിപ്രായം, അവർ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് എതിർപ്പ് ഇപ്പോഴും ഉണ്ട്. കാര്യക്ഷമമായി ചെയ്യാമായിരുന്നെന്ന് തോന്നലുണ്ട്. എങ്കിലും അവർ ചെയ്ത നന്മയെ തീർത്തും നമ്മൾ തള്ളിക്കളയാനോ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറച്ചു വെക്കാനോ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചത്താലും ഈ ഏകീകൃത കുർബാന ചൊല്ലില്ല എന്ന് പറഞ്ഞവരിൽ കുറച്ച് പേരെ കൊണ്ട് അസമയത്താണെങ്കിലും കുർബാന ചൊല്ലിക്കാനായിട്ട് തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഒരു ഗൂഢ അജണ്ടയുണ്ടാകാം എന്നൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ ലിറ്റർജിക്കൽ വേരിയന്റിന്റെ പേര് പറയാതെ തന്നെ അനുവദിച്ച് കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. എങ്കിലും സ്വതന്ത്ര സഭ ഉണ്ടാക്കുമെന്നും ചത്താലും ഈ കുർബാന ചൊല്ലില്ലെന്നും മതബഹയിൽ കയറി പ്രതിജ്ഞ ചെയ്തവരിൽ കുറച്ചു പേരെങ്കിലും അസമയത്താണെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി എന്നത് അത് തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും ഇടപെടൽ മൂലം തന്നെയാണ്. അതിലൂടെ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നല്ലോ, ഇവര് ഒരു കാരണവശാലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകില്ലെന്ന്. അപ്പൊ അത്രയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതിന് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ഒരുപാട് വിമർശനം കേട്ടിട്ടുണ്ടെങ്കിലും അവര് ചെയ്ത പ്രസാദാത്മകമായ കാര്യങ്ങൾ തീർത്തും നമ്മൾ കണ്ടില്ലെന്ന് വെക്കേണ്ട കാര്യമില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി അയ്യോ അച്ഛന് അവര് കൈക്കൂലി തന്നാവോ, വേറെ വല്ല പദവിയോ ഓഫർ ചെയ്തവോ എന്നൊന്നും സംശയിക്കണ്ട. അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്താലിട്ട് ഞാൻ അതില് വീഴുമില്ല. മാത്രമല്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ഒരു കാര്യം കൊണ്ട് പറഞ്ഞതാണ്. ഇനിയും അവർ തെറ്റ് ചെയ്താൽ ഞാൻ വിമർശിച്ചുകൊണ്ടിരിക്കും. അക്കാര്യത്തിലൊന്നും സംശയമില്ല. എങ്കിലും ഈ ലോകത്ത് ആരോടും എനിക്ക് വ്യക്തിപരാജ്യമില്ല, ഇവരോടുമില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തോട് ഇത്ര വാശി പിടിക്കേണ്ടതുണ്ടോ അച്ഛൻ? ലത്തീൻ സഭ പോലും അതിന്റെ കാതലായ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? ഉവ്വ്, ലത്തീൻ സഭ അതിന്റെ വിശുദ്ധ പാരമ്പര്യത്തിൽ അകന്നു പോയി. അങ്ങനെ അകന്നു പോയതും ജനാഭിമുഖ കുർബാന എന്ന പുരുഷ കേന്ദ്രീകൃത പുരുഷ മേധാവിത്വ ആരാധന രീതി ആ സഭയിൽ ഉടലെടുത്തതുമാണ് പാശ്ചാത്യ സഭയിൽ, പ്രത്യേകിച്ച് യൂറോപ്പില് പല ആളുകളും പള്ളിയിൽ നിന്ന് വിട്ടുപോകാൻ കാരണം. 1968 ശേഷമാണ് ഇത്രമാത്രം ആളുകൾ പള്ളിയിൽ വരാതായത് എന്ന കാര്യങ്ങൾ തിരിച്ചറിയണം. അത് രണ്ടാമത്തെ സൂനദോസ് കഴിഞ്ഞ് ഈ ജനാഭിമുഖ കുർബാന ആരംഭിച്ചപ്പോഴാണ് ഇതൊരു പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രമാണ് എന്ന കാര്യം തിരിച്ചറിയുകയും ഒരു കർത്താവിനെ കാണുന്നതിന് പകരം ഒരു പുരുഷ ബിംബം കുർബാനയ്ക്ക് ആൾക്കാരുടെ അവിടെ നിൽക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാനേജറായിട്ട് നിൽക്കുന്നു. ആ പുരുഷ മേധാവിത്വം ആൺകോയ്മ, അതായത് വൈദിക ആൺകോയ്മ, അത് പരോക്ഷമായിട്ട് കർത്താവിനെ കാണാൻ പറ്റാതെ വന്നു എന്നുള്ള ഒരു പോയിന്റാണ്. ഇതേക്കുറിച്ച് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഈ ലത്തീൻ സഭയിൽ ഉണ്ടായൊരു വ്യതിചലനം, ആ വ്യതിചലനത്തിന്റെ വഴിയെ നമ്മൾ നടക്കണമെന്ന് പറയുന്നത് ശരിയായ രീതിയാണോ? അവർ വഴിതെറ്റിപ്പോയി, അതുകൊണ്ട് നമ്മളും വഴിതെറ്റിപ്പോണം എന്ന് പറയുന്നത് ശരിയാണോ? ഈ ആദ് പോപ്പിളും എന്ന് പറഞ്ഞിട്ടൊരു ഒരു അബദ്ധമുണ്ട്. ആദ് പോപ്പിളും ഒരു ഫാലസി എന്ന് പറയാം. എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു, അതിനെയാണ് ഈ ആദ് പോപ്പിളും എന്ന് പറയണേ. ഒരു അബദ്ധ സിദ്ധാന്തമാണത്. ഈ ബാൻഡ് വാഗൺ എന്ന് പറയില്ലേ, ഒരാള് മുമ്പേ ബാൻഡ് ഊതി അല്ലെങ്കിൽ ചെണ്ട കൊട്ടി പോകുന്നു, പുറകിലുള്ളവർ അങ്ങനെ അനുഗമിക്കുന്നു. അതായത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അതിന്റെ രക്ത ചുരുക്കം. ചരിത്രപരമായ തെളിവുകളോ ബോധപൂർവമായ യുക്തിവിചാരമോ വിശ്വാസ പാരമ്പര്യമോ സത്യത്തിന്റെ അംശമോ ഇല്ലാതെ ലോകപ്രിയത എന്ന് പറഞ്ഞാൽ പോപ്പുലാരിറ്റി, അത് പ്രശസ്തിയോ കീർത്തിയോ ഒന്നുമല്ല, ലോകപ്രിയത, പോപ്പുലാരിറ്റി മാത്രം അടിസ്ഥാനമാക്കി ഒരു തീരുമാനമെടുക്കുക. കത്തോലിക്ക സഭയുടെ ലിറ്റർജി പോലുള്ള കേന്ദ്ര വിഷയത്തെ, ദൈവിക വിഷയത്തെ സമീപിക്കുന്നത് ഇങ്ങനെ ആദ് പോപ്പിളും രീതി, ലോകപ്രിയത മാത്രം ലക്ഷ്യം വെച്ച് അല്ലേ, ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് മതി. അതിന് സത്യത്തിന്റെ അടിസ്ഥാനമില്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ല, ശ്ലൈഹിക അടിസ്ഥാനമില്ല. എന്നിട്ടും ഞങ്ങൾ കണ്ടതൊക്കെ ഇങ്ങനെയാണ്, ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടത് ഇങ്ങനെയാണ്, ഇത് വളരെ പോപ്പുലറായ രീതിയാണ്, അത് മതി എന്ന് പറയുന്ന അത് ഒരു ശരിയായ രീതിയല്ല. ഇപ്പൊ ഒരു പുസ്തകം ബെസ്റ്റ് സെല്ലറായി എന്നതുകൊണ്ട് മാത്രം അതിന്റെ ഉള്ള് അല്ലെ കാമ്പ്, അതിന്റെ ഉള്ളടക്കം നന്നാകുമെന്ന് അർത്ഥമുണ്ടോ? ബെസ്റ്റ് സെല്ലറാകാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ലോകപ്രിയത ആർജിച്ച പല സിനിമകളും നിഗൂഢമായ അജണ്ടകളുള്ളതായിരുന്നു. അതിന് അവാർഡ് കിട്ടി അല്ലെങ്കിൽ അതിന് ഒരുപാട് പേര് കാണാൻ പോയി എന്നതുകൊണ്ട് മാത്രം അത് ശരിയാകുമോ? നല്ല കുറെ സിനിമകൾ ആളുകൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നല്ലതല്ലാതാകുമോ? അപ്പോൾ ജനങ്ങളുടെ വോട്ട് മാത്രം നോക്കി അല്ലെങ്കിൽ ലോകപ്രിയത മാത്രം നോക്കി കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അബദ്ധമാകും, പ്രത്യേകിച്ചും ലിറ്റർജി പോലുള്ള ദൈവിക വിഷയങ്ങളിൽ. ഈ
പുരുഷ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ആൺകോയ്മയുടെ ഒരു എന്താ പറയുക പ്രകടമായ രൂപമാണ് ഈ ജനാഭിമുഖ കുർബാന. വിമത വൈദികർ അതിനുവേണ്ടി വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകും. കാരണം എന്താ, അവർക്ക് അവരുടെ ഒരു ആത്മരതി അതിനകത്തുണ്ട്. എന്താണ്, ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങളാണ് കേന്ദ്രം. ഈ അൽമായ മുന്നേറ്റക്കാരെ എന്തിനാണ് ഈ വിമത വൈദികർക്ക് കൊടപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അൽമായർ എന്ന് പറഞ്ഞ് വാദിക്കുന്നവര് അൽമായരെ പാടെ മാറ്റി നിർത്തിയിട്ട് ഒരു വൈദിക മേധാവിത്വത്തിന്, വൈദിക പുരുഷ ആൺകോയ്മയ്ക്ക് ഓശാന പാടുന്ന ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നത്, അൽമായര് വാദിക്കുന്നത്, അതെനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർ ചെയ്തതിനാൽ ഞാനും ചെയ്യുന്നു, ഞാനും പങ്കാളിയാകുന്നു എന്ന ഈ ആദ് പോപ്പിളും എന്ന അബദ്ധ സിദ്ധാന്തം, ആ പ്രവണത അതിൽ വീഴുകയാണ്. ശരിക്കും പറഞ്ഞാല് ഈ ലോജിക്കൽ എറർ എന്ന് പറയും. യുക്തിപൂർവം ചിന്തിച്ചാൽ അതൊരു വളരെ വലിയ തെറ്റാണ്. അതിൽ വീഴുകയാണ് ഈ അൽമായ മുന്നേറ്റക്കാര്. ഒരു വിശ്വാസത്തെ ലോകപ്രിയതയെ മാത്രം അടിസ്ഥാനമാക്കി സ്വീകരിക്കുന്ന എന്ന അബദ്ധത്തിൽ വീഴുകയാണ്. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ സന്ദേശങ്ങളിൽ ഇത് ആവർത്തിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറൊരു ചോദ്യം, ഈ ദൈവോന്മുഖ കുർബാന, ആദോറിയന്തം കുർബാന, കിഴക്കോട്ട് നോക്കിയുള്ള കുർബാന, ഇതേക്കുറിച്ച് തോരാതെ സംസാരിക്കുകയും എഴുതുകയും ചെയ്ത ജോസഫ് റാറ്റ്സിംഗർ അതൊക്കെ മാർപ്പാപ്പയായി. ബെനഡിക്ട് 16 എന്തേ അത് നടപ്പാക്കാതിരുന്നത്? ഇത്രമാത്രം ബോധ്യമുള്ള ഒരാൾ മാർപ്പാപ്പയായി, മാർപ്പാപ്പ പരമാധികാരി, എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? അതിനുള്ള ഉത്തരം ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയതും പ്രസിദ്ധീകരിച്ചതും 2000 നമ്മൾ 1999 ഏകീകൃത കുർബാനയുടെ തീരുമാനമെടുത്തത് നമ്മുടെ മെത്രന്മാര്. ആ നമ്മുടെ മെത്രന്മാരുടെ തീരുമാനം അത് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ മഹിമ കണ്ടുകൊണ്ടുകൂടിയാണ് ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. അതിനകത്ത് ഈ വചന ശുശ്രൂഷയും ഈ അനാഫറയും, വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫറ ദൈവോന്മുഖം എന്നുള്ള ആ സങ്കല്പം, അത് സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ ഒരു കണ്ടുപിടുത്തമാണെന്ന് ഓർക്കണം. ഒരു നവീന വിശ്വാസത്തോട് ചേർന്നുകൊണ്ട് എന്നാൽ പുതുമ ഉള്ള അങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരാണ് ആദ്യമായിട്ട് അത് നിർദ്ദേശിക്കുന്നത്. അതിനെ പുകഴ്ത്തി പറയുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി. 99 നമ്മുടെ മെത്രാന്മാർ തീരുമാനിച്ചു, 2000 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിനകത്ത് ഈ ജനാഭിമുഖ കുർബാന ഉണ്ടായതിന്റെ ആ ചരിത്രപരമായ തെറ്റിദ്ധാരണകൾ മുഴുവൻ അവതരിപ്പിച്ചിട്ട് അതിന് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ തിരുത്താൻ പറ്റും? അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് ഇത് അത്ര എളുപ്പമല്ല. കാരണം ഈ രണ്ടാമത്തെ സൂനോദസിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖ കുർബാന ഉണ്ടായത്. സഭ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൽപ്പനയിലൂടെ നടപ്പാക്കിയതല്ല. ഈ രണ്ടാമത്തെ സൂനോദസിനെ തെറ്റിദ്ധരിച്ചിട്ട് തന്നെയാണ് ജനാഭിമുഖ കുർബാന വന്നത്. പക്ഷേ ലോകമാസകലം അത് വ്യാപിച്ചു. ലോകമാസകലം ഒരു മഹാമാരി പോലെ വ്യാപിച്ചു. ഈ മഹാമാരിയെ എതിരിടാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കാത്തതിന് കാരണം നല്ല വാക്സിനേഷൻ ഉണ്ടെങ്കിലാണ് മഹാമാരിയെ പിടിച്ചു കെട്ടാൻ പറ്റും. കോവിഡ് പോലെ അങ്ങനെ ഒരു വാക്സിനേഷൻ കണ്ടെത്താൻ മെത്രാന്മാർക്കും വൈദികർക്കും കഴിഞ്ഞിട്ടില്ല. മാർപ്പാപ്പന്മാരിത് പറഞ്ഞാലും ഇത് ഈ വാക്സിൻ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പാക്കേണ്ടത് കൊടുക്കേണ്ടത് ആരാണ്? മെത്രാന്മാരും വൈദികരുമാണ്. അവര് ഇതിന്റെ ഈ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയിട്ടില്ല. ബഹുഭൂരിപക്ഷവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന മാർപ്പാപ്പമാർ എഴുതിയ പുസ്തകം പോലും എത്ര പേര് നമ്മുടെ നാട്ടിൽ വായിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ 6 പുസ്തകങ്ങൾ ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 5 പുസ്തകങ്ങൾ. എത്ര മെത്രാന്മാരും വൈദികരും ഇത് വായിച്ചിട്ടുണ്ടാവും? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അത്ര ആഴമുള്ളതല്ല എന്ന് വിചാരിക്കുക. ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകങ്ങൾ, ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, എന്നാൽ എഴുതിയിരിക്കുന്നത് അത്രയും ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ഇത്രയും നല്ല പുസ്തകങ്ങൾ വേറെ ഇല്ല. പക്ഷെ നമ്മുടെ എത്ര മെത്രാന്മാരത് വായിച്ചിട്ടുണ്ട്? എത്ര വൈദികരത് വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ട് തന്നെ അത് എത്ര പ്രാവശ്യം വായിച്ചാലോ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കുക. ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കുന്ന പുസ്തകമാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ബുദ്ധിയേക്കാളും കുറവാണ് ഈ എഴുത്തുകാരൻ്റെ എന്നല്ലേ? ഒരു പുസ്തകം പല ആവർത്തി വായിക്കാൻ, സസ്റ്റൈൻഡ് റീഡിംഗ് എന്നാ ഞാൻ പറയാം, പല ആവർത്തി വായിക്കുക. ഇപ്പൊ ക്രിസ്തുധർമ്മ പ്രവേശിക ഞാൻ സെമിനാരിയാകുമ്പോൾ വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് തർജ്ജമ ചെയ്യാൻ വേണ്ടി 6 പ്രാവശ്യം വായിച്ചു. തർജ്ജമ ചെയ്തതിനു ശേഷം 25-30 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തിന്റെയൊക്കെ കഥ. ഞാൻ തന്നെ തർജ്ജമ ചെയ്തതാണ്. പക്ഷേ തർജ്ജമ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ അനേകം വട്ടം വായിച്ചിട്ടുണ്ട്. കാരണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്.
ഈ ബൈബിള് പല ആവർത്തി വായിക്കുന്നത് പോലെ തന്നെയാണ് ഈ പുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി മലയാളത്തിൽ അവൈലബിൾ ആണത്. സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി എത്ര അച്ഛന്മാർ വായിച്ചിട്ടുണ്ട്, എത്ര മെത്രാന്മാർ വായിച്ചിട്ടുണ്ട്? ഈ ക്രിസ്തുധർമ്മ പ്രവേശിക വിശ്വാസ പ്രമാണത്തിന്റെ വ്യാഖ്യാന അത് എത്ര പേര് വായിച്ചിട്ടുണ്ട്? നസറത്തിൽ യേശു 3 വോള്യങ്ങൾ എത്ര അച്ഛന്മാർ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് എത്ര പേരുണ്ട്? അപ്പൊ നമുക്ക് എന്താണ് ഈ കർത്താവിനെ അറിയാനുള്ള നമ്മുടെ ആവേശം എന്താണ്? ചുളിവില് കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്നത് കർത്താവിന്റെ കാര്യത്തിലും സ്നേഹത്തിന്റെ കാര്യത്തിലും ശരിയാകുമോ? അപ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് റെട്രോഗ്രേഡ് എന്നാണ്. റെട്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പിന്തിരിപ്പിന്റെ നമ്മൾ തർജ്ജമ ചെയ്താൽ പോരാ. അതായത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു, കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ആളുണ്ടെന്ന് കരുതുക. അയാളെ ഒന്ന് പിന്തിരിപ്പിച്ചിട്ട് കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, പടിഞ്ഞാറോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തുമാത്രം പ്രയാസപ്പെടുമോ അത്രയും പ്രയാസം ഉണ്ടെന്നാണ്. അപ്പൊ ഇതൊന്ന് ശരിപ്പെടുത്താതെ അധപതനത്തിന്റെ വഴി, അതായത് നേർ വിപരീത ദിശയിലാണ് മെത്രാന്മാരിൽ കുറെ പേരും വൈദികർ ഇരിക്കുന്നത്. അവരെ ഈ അധപതനത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റിയാൽ, പാപത്തിന്റെ അധപതനം അല്ല പറഞ്ഞത്, അജ്ഞതയുടെ അധപതനം, ആ വഴിയിൽ നിന്ന് മാറ്റാതെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മാർപ്പാപ്പ കൽപ്പിച്ചതുകൊണ്ട് മാത്രം നടക്കില്ലല്ലോ. ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ്, നടപ്പാക്കേണ്ടത് ആരാണ്? മെത്രാന്മാരാണ്. 4 പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകലരോടും ആജ്ഞാപിച്ചു, ചോദിച്ചു, പറഞ്ഞു. ചെയ്തോ? ജനങ്ങളും മാർപ്പാപ്പയുടെ കൂടെ നിന്നില്ല, അച്ഛന്മാരും നിന്നില്ല. മാർപ്പാപ്പ പറഞ്ഞിട്ട് പോലും മെത്രാന്മാരോ അച്ഛന്മാരോ മാർപ്പാപ്പയുടെ കൂടെ നിന്നോ? ഇല്ല. അപ്പൊ ഇതൊരു ഭയങ്കരമായ ഒരു പ്രശ്നമാണ്. 50 ലക്ഷത്തിൽ താഴെയുള്ളൊരു സഭയാണ് നമ്മുടെ ഈ സീറോ മലബാർ സഭ. 120 കോടി ജനങ്ങളുള്ളതാണ് ലത്തീൻ സഭ. അപ്പൊ അവിടെ മാർപ്പാപ്പ പറഞ്ഞിട്ട് അതായത് നടപ്പാക്കാൻ മെത്രാന്മാരും വൈദികരും തയ്യാറായില്ലെങ്കിൽ മാർപ്പാപ്പ കോലം കെട്ടുപോകും. ഇതാണ് ഈ മാർപ്പാപ്പ പറഞ്ഞത്. എപ്പോഴാണ് നടപ്പാക്കുക? ഇതിന് മെത്രാന്മാരും വൈദികരും തയ്യാറാകുന്ന നിമിഷം. അതിന് വേണ്ട ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 120 കോടി, ഞാൻ പറഞ്ഞില്ല 50 ലക്ഷത്തിന് നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ 120 കോടിയുമായിട്ട് മെത്രാന്മാരും ബോധവൽക്കരിക്കാൻ ചെറിയ കാര്യമാണോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമുക്കിത് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങി വെച്ചു, ബെനഡിക്ട് മാർപ്പാപ്പ അത് കണ്ടിന്യൂ ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുങ്ങിയ പക്ഷം സീറോ മലബാർ സഭയിലെങ്കിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചു നോക്കി, നടന്നിട്ടില്ല, നടക്കുമായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ സെപ്റ്റംബർ 25-ാം തീയതി, ഇതിപ്പം ഒക്ടോബർ അല്ലേ, സെപ്റ്റംബർ 25-ാം തീയതി ഈ ആരാധനാക്രമ അതിന്റെ ലിറ്റർജിയുടെ കോൺഗ്രിഗേഷന്റെ മുമ്പത്തെ പ്രീഫെക്ട് റോബർട്ട് സാറ, അദ്ദേഹം ഇപ്പോഴത്തെ ലയോൺ മാർപ്പാപ്പയെ കൂടിക്കാഴ്ച നടത്തി. അപ്പോ അദ്ദേഹം ഈ ലത്തീൻ സഭയില് ജനാഭിമുഖ കുർബാന മാറ്റി ദൈവോന്മുഖ കുർബാന വേണമെന്ന് വാദിക്കുന്ന ആളാണ്. ലിറ്റർജിയുടെ തലപ്പത്തുണ്ടായിരുന്നേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത്. അദ്ദേഹം 75 വയസ്സ് പൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ മാറ്റി. ഇപ്പൊ 80 വയസ്സായി അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഈ ലയോൺ മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയുള്ള സ്വകാര്യ ഓഡിയൻസിൽ കാര്യങ്ങൾ പുറത്ത് പറയില്ല, എങ്കിലും 2-3 കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃതത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള പ്രതീക്ഷ മാർപ്പാപ്പയും അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വൈദിക കേന്ദ്രീകൃതമാണ്, അത് മാറി ക്രിസ്തു കേന്ദ്രീകൃതമാകണം ലിറ്റർജി ലത്തീൻ സഭയിലും എന്നത് തത്വത്തിൽ ലയോൺ മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വിശുദ്ധ പാരമ്പര്യത്തോട് വിവേകത്തോടുള്ള കൂറ് വേണം എന്ന് മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്. വിവേകം വേണം, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ആക്കേണ്ട കാര്യമില്ലായിരിക്കാം, പക്ഷേ അടിസ്ഥാനപരമായ പാരമ്പര്യങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് ലയോൺ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അത് സീറോ മലബാർ സഭയോട് പറഞ്ഞ സന്ദേശത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് ഒരു കാര്യം പറഞ്ഞത്, ഈ ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയാണ് ആധുനിക കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇല്ലയോ? കമ്മ്യൂണിസം ആണെങ്കിലും മറ്റേതാണെങ്കിലും ഈ മാനവികത, വിശ്വമാനവികത എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മാറ്റി സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അവിടെ മനുഷ്യനെ സ്ഥാപിക്കുക. ഇത് തന്നെയാണ് ജനാഭിമുഖ കുർബാനയിൽ സംഭവിച്ചത്. എല്ലാ ശ്രദ്ധയും തന്നിലേക്ക് വരുന്നതിനാൽ വൈദികൻ ഒരു ഭ്രാന്തമായ അഭിനിവേശത്തില് ഇങ്ങനെ ഒരു മോഹവലയത്തിൽ ഇരിക്കുക. അത് ഉപേക്ഷിക്കാൻ വൈദികർ തയ്യാറല്ല. കാരണം കർത്താവിലേക്കല്ല ശ്രദ്ധ, അച്ഛനിലേക്കാണ്. സകല ശ്രദ്ധയും അച്ഛനിലേക്കാണ്. അച്ഛനെ ആശ്രയിച്ചാണ് വിശ്വാസം നിലകൊള്ളുന്നത്. അച്ഛൻ ഒരു അല്പം മോശമായാൽ ആൾക്കാർ പള്ളിയിൽ പോകില്ല. കാരണം എന്താ? അവർ അച്ഛനെ കണ്ടിട്ടുള്ളൂ, കർത്താവിനെ കണ്ടിട്ടില്ല. പള്ളിയില് അച്ഛനെ കണ്ടിട്ടുള്ളൂ, കർത്താവിനെ കണ്ടിട്ടില്ല. കാരണം അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് മാറ്റേണ്ടതുണ്ട് എന്ന് ലിയോൺ മാർപ്പാപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് റോബർട്ട് സാറ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, എന്തിനാണ് ഈ അൽമായ മുന്നേറ്റക്കാര് ഇപ്പോഴും
ഈ ഒരു വൈദിക മേൽക്കോയ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൽമായ മുന്നേറ്റം അവർ സിനഡം പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ട് ഒരു വാദിക്കുന്നത് അൽമായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയാ. ഇതാണ് അവരുടെ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. അവരെത്ര അൽമായ സിനഡം നടത്തിയാലും അത് നിലനിൽക്കില്ല. കാരണം എന്താ, ഈ വൈദികൻ ഇങ്ങനെ പള്ളിയില് കർത്താവിനെ മറക്കുന്ന തരത്തിൽ നിൽക്കുന്ന കാലത്തോളം, ഈ വൈദിക ആൺകോയ്മ വൈദിക മേൽക്കോയ്മ ഉള്ള കാലത്തോളം മുന്നേറ്റക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മുന്നേറ്റക്കാർ വാസ്തവത്തിൽ ദൈവോന്മുഖ കുർബാനയ്ക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടത്. അപ്പോഴാണ് അൽമായർക്ക് പ്രാധാന്യം ഉണ്ടാകുക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമുള്ളവർ അതിന്റെ തലപ്പത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അച്ചൊരു ചോദ്യം, എന്താണ് ലിറ്റർജിയുടെ ഏറ്റവും കാതലായ അംശം? ദിവ്യബലിയില് വൈദികൻ ഉൾപ്പെടെ, ഉത്തരവിതാണ്, വൈദികൻ ഉൾപ്പെടെ ആരാധന സമൂഹമായ സഭ മുഴുവൻ, സഭ എന്ന് വെച്ചാൽ ആരാധന സമൂഹമാണ്, അല്ലാണ്ട് സാമൂഹിക സംഘടനയല്ല. ഈ ആരാധനാ സമൂഹം മുഴുവൻ, വിശ്വാസി സമൂഹം മുഴുവൻ ദൈവത്തെ ഫോക്കസ് ചെയ്യുക, ദൈവത്തിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുക. അതിനെയാണ് അൾത്താരാഭിമുഖ കുർബാന എന്ന് വിളിക്കുന്നത്. ദൈവോന്മുഖ കുർബാന വിളിക്കുന്നു അതൊക്കെ തന്നെ. ഓറിയന്റം കുർബാന, അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ, ഓറിയന്റം വെച്ചാൽ ഓറിയന്റില് കിഴക്കോട്ട് തിരിയുക. അതിനെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വൈദികനും വിശ്വാസി സമൂഹവും ഒറ്റക്കെട്ടായി ദൈവത്തെ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഒരു ചോദ്യം കൂടി അച്ചോ, എന്താണ് അതിന്റെ മേന്മകൾ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ചുരുക്കം 2-3 പറയാം. ഒന്ന്, ഇത് ശ്ലൈഹിക പാരമ്പര്യമാണ്. ശ്ലൈഹിക പാരമ്പര്യം എന്ന് വെച്ചാൽ സ്ലീഹന്മാർന്ന് കിട്ടിയ പാരമ്പര്യം. സ്ലീഹന്മാർന്ന് കിട്ടിയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ, അതായത് കുരിശിലെ ബലി മുതൽ 1962 വരെ എല്ലാ സഭകളിലും ഈ രീതി ഉണ്ടായിരുന്നുള്ളൂ. 1962 രണ്ടാം വത്തിക്കാൻ സൂനോദോസ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് വരെ എല്ലാ സഭകളിലും, പൗരത്വ സഭകളെ, സീറോ മലബാർ സഭ മാത്രമല്ല, കത്തോലിക്ക സഭയിലുള്ള 24 സഭകളിലും ദൈവോന്മുഖമായിരുന്നു കുർബാന, പൂർണ്ണ ദൈവോന്മുഖമായിരുന്നു കുർബാന. കാരണം എന്താണ്? ഇത് ക്രിസ്തുവിൽ നിന്ന് വന്ന പാരമ്പര്യമാണ്. എന്തുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് വന്നെന്ന് പറയണേ? കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു. പിതാവേ അവരോട് ക്ഷമിക്കണമേ. പിതാവേ, പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനെയാണ് വിളിച്ചിട്ടാണ് പറയുന്നത്, പിതാവേ അവരോട് ക്ഷമിക്കണമേ. പിന്നെ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആദ്യത്തെ വചനവും, കുരിശിൽ നിന്നുള്ള ആദ്യത്തെ വചനവും അവസാനത്തെ വചനവും ദൈവപിതാവിലേക്ക് നോക്കി ദൈവപിതാവിനെ അഭിസംബോധന ചെയ്തിട്ട്. അപ്പൊ കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു. പിതാവേ അവരോട് ക്ഷമിക്കണേ, പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഞാൻ ഇതിലേക്കൊന്ന് തിരിച്ചു വരാം, ഏറ്റവും അവസാനം ഞാൻ ഇതിലേക്കൊന്ന് തിരിച്ചു വരാം. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ദൈവോന്മുഖം. സ്ലീഹന്മാരത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ശ്ലൈഹികമാണ്, ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ ശ്ലൈഹിക പാരമ്പര്യമാണ് ഈ ദൈവോന്മുഖ കുർബാന എന്ന് പറയുന്ന ഏകീകൃത കുർബാന. ജനാഭിമുഖമാകട്ടെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച, സ്ലീഹന്മാർ നമുക്ക് ലഭിച്ച ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. വിശേഷിച്ച് സീറോ മലബാർ സഭ എന്ന പൗരത്വ സഭയില് ഈ ജനാഭിമുഖം നടപ്പാക്കിയത് തീർത്തും പരിശുദ്ധ സിംഹാസനത്തെ കബളിപ്പിച്ചാണ്. ലിറ്റർജി പ്രതിസന്ധി എന്ന പുസ്തകത്തിൽ അത് ഞാൻ രേഖാമൂലം, അതിന് സകല രേഖകളടക്കം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ജനാഭിമുഖത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം പുരോഹിതനാണ്. കർത്താവിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അവിടെ. പുരോഹിതനാണ് താരം, മെഗാതാരം, താരരാജാവ്. ഈ രാജാക്കന്മാരുടെ രാജാവായ കർത്താവിനെ പുരോഹിതൻ എന്ന നാടുവാഴി തന്റെ പുറകിലുള്ളൊരു പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് അതിന് മുമ്പിൽ ഇങ്ങ് നിൽക്കുകയാണ്. കർത്താവിനെ സക്രാരുടെ മുമ്പിൽ നിന്നിട്ട് കർത്താവിനെ മറക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ, ഈ സക്രാരിലുള്ള ആ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യം പോലും ഉണ്ടെന്ന് അതിനെ മറയ്ക്കുന്ന ആ വൈദികൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ തത്വത്തിൽ നിഷേധിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സൂനബസിന്റെ പേരിലാണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കണേ. രണ്ടാം വത്തിക്കാൻ സൂനബസ് ഒരിക്കൽ പോലും ജനാഭിമുഖ കുർബാന എന്ന വാക്ക് ഉപയോഗിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന്റെ പേരും പറഞ്ഞ് കർത്താവിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് വലിയ ചതിയാണ്. രണ്ടാം വത്തിക്കാൻ സൂനബസിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇല്ലേ, രണ്ടാം വത്തിക്കാൻ സൂനബസിന്റെ ചൈതന്യം ആവാഹിച്ച് ഒന്നുമില്ല. കർത്താവിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണ് മുഴുവൻ ജനങ്ങളുടെ മേൽ വെക്കുക, അതാണ് പുരോഹിതൻ ചെയ്യേണ്ട ലിറ്റർജിയുടെ കേന്ദ്രമെന്ന് രണ്ടാം വത്തിക്കാൻ സൂനബസ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കർത്താവിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണ് മുഴുവൻ ഈ മുമ്പിൽ നിൽക്കുന്ന കണ്ണുകൾ ഈ ജനങ്ങളുടെ മേൽ വെക്കുക, ഒരിക്കൽ പോലും രണ്ടാം വത്തിക്കാൻ സൂനബസ് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാത്തൊരു സംഗതിയാണ്. ലിറ്റർജിയുടെ കേന്ദ്രം പുരോഹിതനല്ല, കർത്താവാണ്. ഈ യഥാർത്ഥ ആതിഥേയൻ ക്രിസ്തുവാണ്, സ്വർഗത്തിന്റെ ആതിഥേയൻ. അതുകൊണ്ടാണ് ഈ അതിഥികളുടെ കാല് കഴുകിയിട്ട് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ
പാദക്ഷാളനത്തിന്റെ ഒരർത്ഥം അതാണ്. ഈ സ്വർഗീയ ആതിഥേയനെ മാറ്റി അവിടെ ഒരു ഭൗമിക ആതിഥേയനായി വൈദികൻ അവതരിക്കുക. കർത്താവിനേക്കാൾ പ്രാധാന്യം ആ വൈദികന് വന്നു ചേരുക. മാർ തോമസ് ലീവായേക്കാൾ പ്രാധാന്യം ഈ വൈദികന് വന്നു ചേരുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വൈദിക ആൺകോയ്മ മാത്രമല്ല, അതിന് പിന്നിലൊരു ആത്മരതി എന്ന് പറഞ്ഞാൽ നാർസിസിസം. ഞാനുമായിട്ട് പ്രണയത്തിലാകുക, ഇത് രോഗമാണ്. ഇത് എല്ലാവരും എന്നെ നോക്കുമ്പോൾ എനിക്കൊരു തരം ആത്മരതി കിട്ടുകയാണ്, ഒരു ലൈംഗിക തൃപ്തി കിട്ടുകയാണ് എല്ലാവരും എന്നെ നോക്കുമ്പോൾ. അത് അനുഭവിക്കുന്ന പുരോഗതിനത് വിട്ടുകളയാൻ മടി. ഞാൻ വീണ്ടും ആവർത്തിക്കുക. എന്നിട്ട് അത് ചെണ്ട കൊട്ടി സ്വീകരിക്കുന്ന അൽമായ മുന്നേറ്റക്കാര് കഥയറിയാതെ ആട്ടം കാണുകയാണ്. അൽമായർക്ക് വേണ്ടി വാദിക്കുന്നെന്ന് പ്രചരിപ്പിക്കുകയും വൈദിക പുരുഷ മേധാവിത്വത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അൽമായ മുന്നേറ്റക്കാരുടേത്. രണ്ടാമത്തെ ഒരു മേന്മ ഈ ദൈവോന്മുഖ കുർബാനയുടെ, അൽത്താരഭിനു കുർബാനയുടെ, അത് യുഗാന്തോന്മുഖമാണ്. സഭ തന്നെ ഒരു യുഗാന്ത യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എപ്പോഴും എന്റെ ഈ വീഡിയോ ഒക്കെ കമന്റ്സിനകത്ത് പറയാം, കർത്താവിന്റെ സമയമായി, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരുന്നു, ഈ യുഗാന്ത്യ ലക്ഷണങ്ങളായി, അന്ത്യകാലത്തെ ലക്ഷണങ്ങളായി. എനിക്ക് തോന്നുന്നു അവർക്ക് ഇച്ചിരി ഒരു വിവരക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിവരക്കുറവ്. നിങ്ങൾ സ്ലേഹന്മാർ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ. ഈ പെന്തക്കൊസ്തായില് പരിശുദ്ധാത്മ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ എന്താണ് സംഭവിച്ചത് പത്രോസ് വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താ പറഞ്ഞത്? യോവേൽ പ്രവാചകന്റെ വ്യാഖ്യാനം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവചനം എടുത്തിട്ടാണ് പത്രോസ് പ്രസംഗിച്ചത്. അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിന് വർഷിക്കും, അത് സംഭവിച്ചു കഴിഞ്ഞെന്നാണ് പത്രോസ് പറഞ്ഞത്. അപ്പൊ അന്ത്യകാലം എന്നാ ആരംഭിച്ചത്? പെന്തക്കൊസ്തയിലാണ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ത്യകാലം ആരംഭിച്ച്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പാ. നമ്മൾ ഈ അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. അന്ത്യകാലത്ത് ജീവിക്കുന്ന സഭയാണ് യുഗാന്തോന്മുഖ സഭ എന്ന് പറയണേ. കർത്താവിന്റെ സ്വർഗാരോഹണം മുതൽ അവന്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള ആ കാലയളവിനാണ് യുഗാന്തം എന്ന് പറയണേ, അന്ത്യകാലം എന്ന് പറയണേ. ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ സ്വർഗാരോഹണം മുതൽ, അന്ന് മുതലാണ് ഈ അന്ത്യകാലം. ആ അന്ത്യകാലത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കത്തോലിക്ക സഭ. അതിനാൽ അവൻ എടുക്കപ്പെട്ടു, ഇല്ലേ? അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവൻ വീണ്ടും വരും. ഈ കാലയളവിൽ ജീവിക്കുമ്പോൾ വീണ്ടും വരുന്നവനെ നോക്കി പാർത്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോയവൻ വീണ്ടും വരും. അതിനെ ഓർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ നോക്കി പാർത്തുകൊണ്ടാണ് സഭയിലെ ലിറ്റർജി. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ നോക്കിപ്പാർത്ത് സഭ അർപ്പിക്കുന്ന പരമമായ ആരാധനയാണ് ദിവ്യബലി. അത് സ്വയം അടച്ചുപൂട്ടപ്പെട്ട ഒരു വൃത്തത്തിലേക്ക് ചുരുങ്ങി പോകുകയാണ് ജനാഭിമുഖത്തില്. കർത്താവിലേക്ക് നോക്കുന്നില്ല. അച്ഛനും ജനങ്ങളും മുഖത്തോട് മുഖം നോക്കി ഒരു വൃത്തത്തിൽ ചുരുങ്ങിപ്പോകുകയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം പാപികളായ മനുഷ്യരെ പരമപ്രസിദ്ധനായ ദൈവത്തിന്റെ സ്ഥാനത്തെ പ്രതിഷ്ഠിച്ച് വാസ്തവത്തിൽ 1-ാം പ്രമാണം ലംഘിക്കുക എന്ന് പറയാം. കർത്താവിലേക്ക് നോക്കുന്നതിന് പകരം വട്ടം കൂടിയിരുന്നോ, മുഖത്തോടെ മുഖം നോക്കിയിരുന്നോ, വൈദികനെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് വൈദികനെ ആരാധനയുടെ കേന്ദ്രമാക്കുന്ന 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാർപ്പാപ്പ ചെയ്യുന്നതോ? മാർപ്പാപ്പ ചെയ്യുന്നതും ശരിയല്ല. നമ്മളെ പറഞ്ഞു കഴിഞ്ഞു. മാർപ്പാപ്പമാർക്ക് അത് അറിയാം. പക്ഷെ അത് തിരുത്താൻ ഈ എറണാകുളത്ത് ചെയ്യുന്ന പോലെ ചെയ്യാൻ മാർപ്പാപ്പമാർക്ക് കഴിയില്ല. എറണാകുളത്ത് എന്താ ചെയ്യുന്നത്? ഇരിങ്ങാലക്കുടി ഉണ്ട്, അങ്ങനെ തൃശ്ശൂരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നു, അവരങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നു അവരൊക്കെ തുടങ്ങാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ കാര്യങ്ങളിൽ പൊതുവായ തീരുമാനമെടുത്ത് എല്ലാവരും നടപ്പാക്കണം. അപ്പൊ മാർപ്പാപ്പമാർക്ക് അറിയാം ചെയ്യുന്നത് ഇത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്. മാർപ്പാപ്പമാർക്ക് അറിയാം. പക്ഷെ അത് തിരുത്താനായിട്ട് തയ്യാറാകണമെങ്കിൽ മാർപ്പാപ്പമാർക്ക് അറിയാമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് മെത്രാന്മാരും വൈദികരുമാണ്. അവർക്ക് ബോധ്യം വരാത്തോടത്തോളം കാലം ഇത് എളുപ്പമല്ല. അതുകൊണ്ട് അതിന് തുടരുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ. ഞാനതിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. 50 ലക്ഷമില്ലാത്ത സീറോ മലബാർ സഭയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ 120 കോടിയിൽ ലത്തീൻ സഭയിൽ അത്ര എളുപ്പമല്ല. അപ്പൊ മാർപ്പാപ്പ ചെയ്യുന്നത് ശരിയല്ല. അത് അവർ തിരുത്താൻ ചില പ്രയാസങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രക്രിയ തിരുത്തുന്ന പ്രക്രിയയിലാണ് നടക്കുന്നത്. അച്ചോ അത് ശരി ആവട്ടെ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമില്ലേ? ദൈവം എല്ലായിടത്തും ഇല്ലേ? ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ദൈവമില്ലേ? ദൈവം എല്ലായിടത്തും ഇല്ലേ? കിഴക്കോട്ട് മാത്രം നോക്കണമെന്ന് പറയുന്നത് അത്ര ശരിയായ നിലപാടാണോ? ഞാൻ നിങ്ങൾക്ക് 2 തിരുവചനങ്ങൾ ഞാൻ പറയാം ആദ്യം, എന്നിട്ട് നമുക്ക് കിഴക്കിന്റെ പ്രാധാന്യം എന്നിട്ട് നോക്കാം. ലൂക്കാസിന്റെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായം 78-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ
ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ഉദയം. ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും നമ്മുടെ കാലുകളെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നടത്താനും വേണ്ടിയാണ് ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ഉദയം, അതാണ് ഒന്ന്. രണ്ടാമത്തെ വചനം മലാക്കി 4:2, നീതി സൂര്യനാണ് മിശിഹ. നീതി സൂര്യൻ, ആ വാക്കുകൾ നോക്കുക, പ്രയോഗം നോക്കുക. നീതി സൂര്യൻ. നീതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നീതിയാൽ നമ്മൾ നീതിമാന്മാരാക്കപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ അർത്ഥം. 2, സൂര്യൻ, ക്രിസ്തുവിനെ നീതിയുടെ സൂര്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ സൂര്യനുണ്ട്, അത് പ്രകൃതിയിലെ ഒരു പ്രതീകമാണ്. ആ പ്രകൃതിയിലെ പ്രതീകം ഉപയോഗിച്ചിട്ട് മിശിഹായെ ചിഹ്നപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭൂമിയെ ചൂട് പിടിപ്പിക്കാനും പ്രകാശം കൊടുക്കാനും സൂര്യൻ. ഇതുപോലെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ദൈവമക്കളായി നമ്മെ ചൂടുപിടിപ്പിക്കാനും നമ്മെ വളർത്താനും പോഷിപ്പിക്കാനും ദൈവം തന്നെ ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ഉദയമായി നീതിയുടെ സൂര്യനായി ഈശോ മിശിഹ വന്നു എന്ന് തിരുവചനം പറയുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടുകയാണ്. വചനവും തിരുവചനവും പ്രകൃതിയും ദൈവശാസ്ത്രവും പ്രപഞ്ചവും സമ്മേളിക്കുന്ന ഒരേ ഒരു ദിശയാണ് കിഴക്ക്. ഇല്ലേ? മറ്റൊരു പ്രപഞ്ചത്തിലെ മറ്റൊരു ദിശയും രണ്ടും കൂടി ചേരുന്നില്ല. ദൈവശാസ്ത്രവും പ്രപഞ്ചവും തിരുവചനവും പ്രകൃതിയും ഇത് ചേരുന്ന ഒരേ ഒരു ദിശയാണ് കിഴക്ക്. തെക്കോ വടക്കോ പടിഞ്ഞാറോ ഇതിന് ചേരുവോ? അപ്പൊ നമ്മൾ സൂര്യൻ ആരാധിക്കാൻ വേണ്ടിയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. സൂര്യൻ ആരാധിക്കാൻ വേണ്ടിയാണോ മലാക്കി, കോൺസ്റ്റന്റ് ചക്രവർത്തിയല്ല, മലാക്കി നീതി സൂര്യനാണെന്ന് പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ച് പ്രപഞ്ചം സംസാരിക്കുന്നുവെന്നാണ് ഇതിലൂടെ പ്രവാചകൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പ്രപഞ്ചത്തോട് ചേർന്ന് സത്യദൈവത്തെ ആരാധിക്കാനുള്ള ഒരേ ഒരു ദിശ കിഴക്കാണ്. ഒരു വശം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ക്രിസ്തു ധർമ്മം ഒരു ചരിത്ര സംഭവത്തിലാണ് ഉത്ഭവിച്ചത്. ക്രിസ്തു സംഭവം എന്ന് പറയും. അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഒരു സമയത്തും ഒരു കാലത്തുമാണ് ദൈവം മനുഷ്യനായത്. അത് ഇപ്പൊ നമുക്കറിയാം. ഈ നസറത്തിലെ കന്യക ബേത്ലഹേമിൽ അവൻ ജനിച്ചു, ജെറൂസലേമിൽ ക്രൂശിക്കപ്പെട്ടു. ഈ കിഴക്കുള്ള, അതായത് ജെറൂസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ ചരിത്ര സംഭവത്തിലാണ് അവിടെ ഈ ജെറൂസലേമിൽ സമ്മേളിച്ചിരിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവ് വന്നത്. ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്, സമയത്തിൽ സംഭവിച്ചതാണ്. ഇതിനാണ് കാലദേശങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞത്. കാലവും ദേശവും സമയവും സ്പേസും, ടൈം ആൻഡ് സ്പേസിൽ സംഭവിച്ചതാണ്. ഈ ചരിത്ര സംഭവത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിൽ നിന്ന് കണ്ണെടുക്കാതെ, ആൽഫയിൽ നിന്ന് കണ്ണെടുക്കാതെ, അവിടെ സംഭവിച്ചെന്ന് കണ്ണെടുക്കാതെ ഒമേഗയിലേക്ക് സഞ്ചരിക്കുക. ഇങ്ങനെ സഞ്ചരിക്കുന്ന ആരാധന സമുദായമാണ് സഭ. ഇതിന് ഞാൻ നല്ല ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഖേദം എന്ന വാക്കാണ് ഹീബ്രുവിൽ ഉപയോഗിക്കണേ. ഞാൻ നല്ലൊരു ഉദാഹരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നമ്മൊരു വള്ളത്തിലിരിക്കുക, വള്ളം, എന്നിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് തട്ടുക, അങ്ങോട്ട്. അപ്പൊ നമ്മൾ പുറകോട്ട് പോകുന്നതാണ് പുരോഗമനം. അതായത് നമ്മുടെ ഉത്ഭവത്തിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മളിങ്ങനെ തുഴഞ്ഞാൽ നമ്മൾ ഒമേഗയിലേക്ക് എത്തും. ആൽഫയിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞാൽ നമ്മൾ ഒമേഗയിലെത്തും. ഇതാണ് ക്രിസ്തുധർമ്മം. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും സമ്മേളിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ ആ ക്രിസ്തുവിന് പുറംതിരിഞ്ഞു നിൽക്കുന്നതല്ല ശരി, ക്രിസ്തുവിലേക്ക് നോക്കി നിൽക്കുന്നതാണ് ശരി. ക്രിസ്തുവിനേക്കാൾ കേമൻ ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ജനാഭിമുഖ കുർബാനയിൽ. ക്രിസ്തുവാണ് എല്ലാം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഏകീകൃത കുർബാനയിൽ. ഞാനൊന്ന് ആവർത്തിക്കുക. ദൈവവും മനുഷ്യനും സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ഒരേ ഒരാളാണ് ക്രിസ്തു. അപ്പോ പ്രപഞ്ചവും ദൈവവും സമ്മേളിക്കുന്ന ദിശയാണ് കിഴക്ക്. അതിനാൽ പ്രപഞ്ചത്തിന് വിരുദ്ധമല്ല, പ്രപഞ്ചത്തോട് ചേർന്ന് പോകുന്നതാണ് ക്രിസ്തുധർമ്മം. മാത്രമല്ല, ഈ ഭൂമിയിലേക്ക് ദൈവം വന്നു. ഈ ഭൂമിയിൽ സംഭവിക്കുക, ഈ ഭൂമിയിലേക്കാണ് ദൈവം വന്നത്, ഈ പ്രപഞ്ചത്തിലേക്കാണ് ദൈവം വന്നത്. അപ്പൊ ഈ ഭൂമിയുടെ ദിശയാണ് കിഴക്ക് എന്ന് പറയുന്നത്. അപ്പൊ കിഴക്ക് നാട്ടിൽ വന്നവൻ കിഴക്കോട്ട് തിരിഞ്ഞു. നമ്മൾ അതിനും കിഴക്കാണ് താമസിക്കുന്നത്. നമ്മൾ കിഴക്കോട്ട് തിരിയാന്ന് പറഞ്ഞാല് ഈ ക്രിസ്തു സംഭവത്തിലേക്ക് തിരിയാന്ന അർത്ഥം. ഇസ്രായേലിലേക്ക് തിരിയാന്നല്ല. അത് പടിഞ്ഞാറോട്ടാവും. ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാലാണ് പാലസ്തീന. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ കിഴക്കിലേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തില് ക്രിസ്തു കേന്ദ്രീകൃത ആകണമെങ്കിൽ ഈ ഉദയസൂര്യന്റെ ദിശയിലേക്ക് നോക്കണമെന്നാണ്. അത് പ്രപഞ്ചത്തിനോടും ചരിത്രത്തോടും ദൈവശാസ്ത്രത്തോടും വിശ്വാസത്തോടും തിരുവചനത്തോടും ചേർന്ന് പോകുന്ന ദിശ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അച്ചോ ഇത് അത്ര ശരിയാണോ,
ഇതൊക്കെ പണ്ട് ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചപ്പാടല്ലേ? ഈ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ലേ? അത് തന്നെ ഇപ്പൊ ഇല്ലെന്ന് പറയണു. കാരണം എല്ലാ ദിവസവും സൂര്യ ഉദിക്കുന്ന ഒരേ സ്ഥലത്തല്ല, കുറച്ചങ്ങ് മാറി മാറിയാണ്. ശാസ്ത്രം വികസിച്ചില്ലേ? അപ്പൊ സൂര്യോദയവും സൂര്യാസ്തമയവും ഇല്ലെന്നല്ലേ ശാസ്ത്രം പഠിപ്പിക്കുന്നത്? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. സൂര്യൻ ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയാ? ശാസ്ത്രം പറയുന്നത് ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. അങ്ങനെയാണോ ശാസ്ത്രം പറയുന്നത്? ഇനി അങ്ങനെയാണെന്ന് വിചാരിക്കുക. സൂര്യ ഉദിക്കും അസ്തമിക്കും ചെയ്യുന്നില്ലെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് ഓക്സിജൻ കിട്ടുമോ ആവശ്യത്തിന് ശ്വസിക്കാൻ? നിങ്ങൾക്ക് ഓക്സിജൻ വേണ്ടേ ശ്വസിക്കാൻ, ജീവിക്കാൻ? സൂര്യ ഉദിക്കുന്നില്ലെങ്കിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുമോ ഇല്ലയോ? കിട്ടില്ല. അപ്പൊ ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുന്നില്ലേ അസ്തമിക്കുന്നില്ലേ? നിങ്ങൾ ഐ തിങ്ക് എന്നൊന്നും പറയരുത്, ഞാൻ വിചാരിക്കുന്ന പറയരുത്. നേരെ ചൊവ്വേ കൃത്യ ഉത്തരം പറയാ. നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുമോ സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ? ഭൂമിയിലുള്ളവർക്ക് ഭൂമിയിൽ മാത്രം ഇതുവരെ ഇവിടെ അറിവ് അനുസരിച്ച് മനുഷ്യരുള്ളൂ. അപ്പൊ ഭൂമിയിലുള്ളവർക്ക് ഓക്സിജൻ കിട്ടുമോ സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ? സൂര്യൻ ഉദിച്ചാലേ ചെടികള് ഫോട്ടോസിന്തസിസ് എന്ന് പറയില്ലേ, അതിലൂടെ ഈ ഓക്സിജൻ പുറത്തേക്ക് വിടുക. അന്തരീക്ഷത്തിൽ കുറച്ച് ഓക്സിജൻ ഒക്കെ ഉണ്ട്. പക്ഷെ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നില്ലെങ്കിൽ ചെടികൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കില്ല. അന്തരീക്ഷത്തിലുള്ളത് പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചത് ക്ഷയിച്ചു പോകും, ഇല്ലാണ്ടാവും. അപ്പൊ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടില്ല. ഇതങ്ങ് അംഗീകരിക്കുക ആദ്യം. ഇത് ശാസ്ത്രമാണ്. അപ്പൊ ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട്. ഈ ഭൂമിയിലേക്കാണ് ദൈവം വന്നത്. അത് ആദ്യം അംഗീകരിക്കുക. അപ്പോ സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിലുള്ളവർക്ക്. സൂര്യാസ്തമയം സൂര്യോദയവും ഇല്ലെന്ന് പണ്ട് പഠിപ്പിച്ചിരുന്ന ശാസ്ത്രം ഒരു 60കൾ വരെയൊക്കെ. ഇപ്പൊ അത് പഠിപ്പിക്കുന്നില്ല. ഈലിയ പ്രഘോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ്, നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1970കളിലാണ് മറ്റോ. അദ്ദേഹം പറഞ്ഞത് അതൊക്കെ പണ്ടാണ്. സൂര്യനും ഇല്ല, സൂര്യോദയവും ഇല്ല, സൂര്യാസ്തമയവും ഇല്ല എന്ന് ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് പണ്ടാണ്, ഇപ്പോഴല്ല. എന്താ കാര്യം? ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞനെ പറയണേ, ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളെ പറയണേ, ഈലിയ പ്രഘോഷ്. ഇപ്പോ നമുക്കറിയാം, ഈ ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അതാണ്. എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് ഗലീലിയോയുടെ കാര്യത്തില്. ഗലീലിയോ ശിക്ഷിച്ചത്, സഭ ശിക്ഷിച്ചതിനകത്ത് കുറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു പോയിന്റ് സഭ പറഞ്ഞത് വളരെ കറക്റ്റാ. സൂര്യ കേന്ദ്രീകൃതമാണ് എന്നാണ് ഗലീലിയോ പറഞ്ഞത്. ശരിയായിരിക്കാം. പക്ഷേ സൂര്യനിലെ മനുഷ്യരുണ്ടോ? ഇല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ അറിവ് വരെ അനുസരിച്ചിട്ട് മനുഷ്യരുണ്ടോ? ഇല്ല. മനുഷ്യരുള്ളത് എവിടെയാണ്? ഭൂമിയിലാണ്. അപ്പൊ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കേണ്ട ഈ പ്രപഞ്ചത്തിന്റെ പഠനം. അതാണ് സഭ പറഞ്ഞതിന്റെ ഉൾക്കാമ്പ്. അതിന് പ്രൊസീജിയറിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷെ പറഞ്ഞ ഉൾക്കാമ്പ് എന്താണ്? നിങ്ങൾ ഓർക്കണം, വത്തിക്കാനിൽ ടെലസ്കോപ്പ് ഉണ്ട് ശാസ്ത്രം പഠിക്കാനായിട്ട്, നക്ഷത്രങ്ങളൊക്കെ പഠിക്കാനായിട്ട്. ഈ പറഞ്ഞ ശാസ്ത്രത്തിന് എതിരല്ല കത്തോലിക്ക സഭ. തലപ്പത്ത് ഈ വത്തിക്കാനില് ശാസ്ത്രീയ പരീക്ഷകൾ നടത്താൻ ടെലസ്കോപ്പ് അടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ സഭ ശാസ്ത്രത്തിനെതിരല്ല. പക്ഷേ പ്രപഞ്ച കേന്ദ്രീകൃതമായിട്ടല്ല സഭ പഠിക്കുന്നത്, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ്. കാരണം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിലുള്ളവർക്ക് ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്, സൂര്യോദയമുണ്ട്, സൂര്യാസ്തമയമുണ്ട്. സൂര്യോദയം ഇല്ലെങ്കിൽ ഓക്സിജൻ കിട്ടില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് യാഥാർത്ഥ്യം എങ്ങനെ അവതരിപ്പിക്കുക? അതുകൊണ്ട് ഈ സൂര്യാസ്തമയമില്ല, സൂര്യോദയമില്ല എന്നൊക്കെ പറയുന്നത് വെറും ബാലിശമായ ശാസ്ത്രമാണ്, ആഴമേറിയ ശാസ്ത്രമല്ല അത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളവർക്ക് സൂര്യോദയമുണ്ട്. അത് ഇല്ലേ, ഉദയത്തിന്റെ പ്രകാശം വരുന്നതിന്റെ ദിശയാണ്. മാത്രമല്ല, ആ ദൈവം മനുഷ്യനായി വന്നത് ഒരു കാലത്തിലും ദേശത്തിലുമാണ്. അതിലാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത്. അതിലേക്ക് നോക്കി വേണം പ്രാർത്ഥിക്കാൻ. ഇത് വളരെ ദൈവശാസ്ത്രവും പ്രപഞ്ചവും ചേരുന്ന, വചനവും പ്രപഞ്ചവും ചേരുന്ന, പ്രകൃതിയും ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിശയാണ്. ഇത്രയും അർത്ഥങ്ങൾ മറ്റൊരു ദിശയ്ക്കും ഇല്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ യഥാർത്ഥ വീടായ സ്വർഗത്തിലേക്ക് നോക്കണോ, നമ്മുടെ സ്വാർത്ഥതയുടെ തടവറയിലേക്ക് നോക്കണോ? നമ്മൾ തീർത്ഥാടക സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ വീട് എവിടെയാണ്? ഇല്ലേ, സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ ഭാഗത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്, മുറികളുണ്ട്. അത് ഒരുക്കിയിട്ട് ഞാൻ വരും നിങ്ങൾ കൊണ്ടുപോകാൻ. ഞാൻ ആയിരിക്കുന്നത് നിങ്ങളും ആയിരിക്കണം. അപ്പൊ അത് നോക്കി പാർത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ ഏത് വീട്ടിലേക്കാണ് പോകേണ്ടത്? അവിടേക്ക് നോക്കിയല്ലേ നടക്കേണ്ടത്? അതിന് പുറംതിരിഞ്ഞു നിന്നാണോ നിൽക്കേണ്ടത്? ഒരുപക്ഷെ വൈദികർക്ക് അതിൽ വിശ്വാസം ഉണ്ടാകില്ല, അതാണ് അവർ പുറംതിരിഞ്ഞ് നിൽക്കണേ. പക്ഷെ അൽമായർക്ക് വിശ്വാസം ഉണ്ടാവണ്ടേ? നമ്മൾ എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് നോക്കിയല്ലേ നടക്കേണ്ടത്? അത് ഈ വിമത വൈദികർക്ക് ബോധമില്ലാത്തതിനൊപ്പം നിങ്ങൾ തുള്ളുന്നത് എന്താ? നിങ്ങൾക്കും ബോധമില്ലാണ്ടായോ? അച്ഛോ, ഈ യുഗാന്തോന്മുഖം മാനമച്ചൻ പറഞ്ഞല്ലോ, അതായത് യുഗാന്ത യാഥാർത്ഥ്യ സഭ എന്നത്, അതൊന്നുകൂടി വ്യക്തമാക്കാമോ?
ഈ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, 1-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങളില് നിങ്ങളൊന്ന്, കർത്താവിന്റെ സ്വർഗാരോഹണമാണ്, അതിന്റെ ഈ 11-ാമത്തെ വാക്യം, അലയോ ഗലീൽ മാലഖം എന്ന് പറയാണ് ഈ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന സ്ലീഹന്മാരോട്, അലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലേക്ക് പോകുന്നവനെ നിങ്ങൾ കണ്ടല്ലോ, കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവൻ എങ്ങനെ പോയോ ആ കണ്ടത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനെ കണ്ടല്ലോ യേശുവിനെ, അവൻ അതുപോലെ തന്നെ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന യേശുവിന്റെ 2-ാമത്തെ വരവന്റെ രീതിയും ജാമ്യവുമാണ് ഈ സ്വർഗത്തിലേക്കുള്ള വേർപാടിന്റെ രീതി. വിശുദ്ധർക്ക് തങ്ങളുടെ ഭാഗധേയം കൊടുക്കാൻ വേണ്ടി യേശുവിന് വീണ്ടും കൊണ്ടുവരുന്നത് ഇപ്പോൾ സ്വർഗാരോഹണത്തിൽ അവനെ എടുത്തുകൊണ്ടുപോയ അതേ മേഘമായിരിക്കും. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 17 വാക്യങ്ങൾ. ഈ വാക്കുകൾ യേശുവിന് തിരിച്ചു വരാനുള്ള വിശ്വാസത്തെ ദൃഢപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം അങ്ങ് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് വരെ നോക്കി ഇല്ലേ, കാലങ്ങളും ഋതുക്കളും നോക്കി നിൽക്കരുതെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് 1:8. ഈ സ്ലീഹന്മാരുടെ നടപടി തന്നെ 1:8. ക്രിസ്തീയ വിശ്വാസം നെടുന്തൂണാണ് ഈ ക്രിസ്തുവിന് തിരിച്ചു വരാനുള്ള വിശ്വാസം. മാംസം ധരിച്ചവൻ, തന്റെ മനുഷ്യത്വം നിത്യമായി സൂക്ഷിക്കുന്നവൻ, തന്റെ മനുഷ്യത്വം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയവൻ, മനുഷ്യർക്ക് ദൈവത്തിൽ ഒരു ഇടം ഒരുക്കി അത് തുറന്നു തന്നവൻ, ദൈവത്തിലേക്ക് ഈ തുറന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നവൻ, അങ്ങനെ അന്ത്യത്തിൽ ദൈവം സകലതുമാകാൻ ഇടയാക്കുന്നവൻ, തന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട പ്രപഞ്ചത്തെ യാഗമാനം പിതാവിന് കൈമാറുന്ന പുത്രൻ, അവൻ വീണ്ടും വരും. ഈ വിശ്വാസമാണ് ക്രിസ്തുധർമ്മത്തിന്റെ നട്ടെല്ല്, അല്ലെങ്കിൽ എന്താ പറയുക, നെടുന്തൂണ്. അതിനാൽ യേശുവിന്റെ സ്വർഗാരോഹണവും ആഗമനവും തമ്മിൽ സാമ്യമുണ്ട്. ഇവ രണ്ടിനും ഇടയിലുള്ള സഭയുടെ കാലയളവിനെയാണ് യുഗാന്ത കാലയളവ് എന്ന് പറയണേ. യേശുവിന്റെ കാലയളവ് സമാപ്തിയാണ് സ്വർഗാരോഹണമെങ്കിൽ സഭയുടെ കാലയളവിന്റെ പരിസമാപ്തിയാണ് യേശുവിന്റെ 2-ാമത്തെ വരവ്. ഈ യേശുവിന്റെ സ്വർഗാരോഹണം മുതൽ ക്രിസ്തുവിന്റെ 2-ാമത്തെ ആഗമനം വരെയുള്ള കാലയളവിനെയാണ് യുഗാന്തം എന്ന് പറയണേ, അന്ത്യകാലം എന്ന് പറയണേ. ആദ്യത്തേത് 2-ാമത്തതിന് മുൻകൂട്ടി കാണുന്നു. അതിനാൽ യേശുവിന്റെ സ്വർഗത്തിലേക്കുള്ള വിടവാങ്ങലിന്റെ രീതി തന്നെയാണ് ഭാവിയിലെ അവന്റെ തിരിച്ചു വരവിന്റെ ഈടും ജാമ്യവും. അവൻ പോയതുപോലെ തന്നെയാണ് തിരിച്ചു വരിക. അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയ മേഘം തന്നെയാണ് വിശുദ്ധരെ വീണ്ടെടുക്കാനായി അവനെ തിരിച്ചു കൊണ്ടുവരിക. ആ മേഘം എന്ന് പറയുന്നതിനെ വിശുദ്ധ ആഗസ്തീനോസ് വ്യാഖ്യാനിക്കുന്നത് തിരുവചനവും കൂദാശയുമാണ്. കൂദാശികളുമാണ് കർത്താവിന് തിരിച്ചു കൊണ്ടുവരുന്ന മേഘം. അപ്പോ സഭയിലെ വചനത്തിന് ജീവൻ വെക്കുന്ന കൂദാശകള് ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ മുൻ ആസ്വാദനമാണ്. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് ക്രിസ്തുവിന്റെ 2-ാമത്തെ ആഗമനത്തിന്റെ പൂർവാസ്വാദനമാണ് ഓരോ ദിവ്യബലിയും. വീണ്ടും വരുന്ന കർത്താവിലേക്ക് തിരിയുക, 2-ാമതും വരുന്ന കർത്താവിലേക്ക് തിരിയുക. അതായത് 1-ാമത്തെ ആഗമനമുണ്ട്, 2-ാമത്തെ ആഗമനമുണ്ട്. 1-ാമത്തെയും 2-ാമത്തെയും ആഗമനത്തിനിടയിൽ ഇടക്കാല ആഗമനമുണ്ട്. അതാണ് വിശുദ്ധ കുർബാന. അത് ഈ ജെറൂസലമിൽ നിന്ന് കിഴക്കുള്ള ഒലിവുമലയിൽ നിന്ന് പോയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നാണ് തിരുവചനം പറയുന്നതെങ്കിൽ കിഴക്കോട്ട് തന്നെ നോക്കി നിൽക്കണമെന്നാണ്, ദൈവോന്മുഖമായി നിൽക്കണമെന്നാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായി നിൽക്കണമെന്നാണ്. അതിന് വൈദികനെ ആ ഗണത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇതാണ് ഏകീകൃത കുർബാന എന്ന് പറയണേ, ദൈവോന്മുഖ കുർബാന, അൾത്താരഭിമുഖ കുർബാന. അപ്പോ ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ അപ്പൊ ഈ നൃത്തം പരിപാടികളൊക്കെ കുർബാനയിൽ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഈ നൃത്തം എന്ന് പറയുന്നത് മനുഷ്യരെ രസിപ്പിക്കാൻ വേണ്ടി, മനുഷ്യർക്ക് ഒരു ഇക്കിളി പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നൃത്തം, സിനിമാറ്റിക് പാട്ടുകളൊക്കെ. സമുദായത്തെ രസിപ്പിക്കലാണ് ഈ നൃത്തത്തിന്റെ പരിപാടി. ദൈവത്തിന് അത് ചേരില്ല. ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങളിലൊക്കെ നൃത്തമുണ്ട്, പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. അത് നമ്മൾ പങ്കെടുത്താലേ മനസ്സിലാകും. നമ്മുടെ നാട്ടിൽ നൃത്തവും അവിടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അവിടുത്തെ സഭയിലുള്ളതൊക്കെ നമ്മുടെ സഭയിൽ വേണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഓരോ സഭയ്ക്കും അതിന്റെ തനതായ പാരമ്പര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാം അനുകരിക്കുന്നതല്ല രീതി. അപ്പൊ ഈ ആരതിയോ, ആരതി എതിർക്കേണ്ടതുണ്ടോ? ആരതി നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമല്ലേ? അത് മതചിഹ്നമാണോ സാംസ്കാരിക ചിഹ്നമാണോ?
ഈ ആരതിയെക്കുറിച്ച് എനിക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിശേഷങ്ങൾ അറിയില്ല. എന്റെ അറിവ് ഞാൻ പങ്കുവെക്കാം. സംസ്കൃതത്തില് ആ രാത്രിക എന്ന വാക്കിൽ നിന്നാണ് ആരതി എന്ന് ഉത്ഭവിക്കുന്നതാണ് ഒരു വ്യാഖ്യാനം. ആ രാത്രിക എന്ന് വെച്ചാൽ രാത്രി അകറ്റി നിർത്താൻ, രാത്രിയുടെ അന്ധകാരത്തെ അകറ്റി നിർത്താൻ വെളിച്ചത്തിന്റെ ആരതി ഒഴിയുക. അതാണ് ഒരർത്ഥം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം രാത്രിക്ക് മുൻപ് എന്നാണ്. ആരതി എന്നുള്ളത് അരാത്രി എന്നുള്ള ഇതിൽ വരുന്നതാണ് ആരതി. രാത്രിക്ക് മുമ്പ്, അതായത് ഭൗമിക ജീവിതത്തിന് പകൽ കഴിഞ്ഞു, ഇനി ദൈവിക വിശ്രമത്തിന്റെ രാത്രിക്ക് കടക്കാൻ പോവാണ്, അതിനു മുമ്പ് എന്നൊരു ഒരർത്ഥമാണ്. അതിന് തന്നെ വേറൊരു ധ്വനിയുണ്ട്. ഈ മതത്തെക്കുറിച്ചുള്ള വിജാതീയ സങ്കല്പം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ദേവനായിട്ടുള്ള ദേവീദേവന്മാരായിട്ടുള്ള ഒരു അതീന്ദ്രിയ സംഭോഗമാണ്. അത് മുകളിൽ ദേവനും ദേവിയുമായിട്ടുള്ള ഒരു ലൈംഗിക സംയോഗം, അത് മതം. കീഴ്പോട്ട് വന്നാൽ അത് തന്നെ ഭാര്യയുമായിട്ടോ മറ്റൊരു സ്ത്രീയുമായിട്ടോ അനുഭവിക്കുന്നതാണ് ലൈംഗികത. അപ്പൊ താഴോട്ടുള്ള ഇന്ദ്രിയ ഭോഗമാണ് സെക്സ്, മേലോട്ടുള്ള അതീന്ദ്രിയ സംഭോഗമാണ് മതം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മതവുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക അരാജകത്വം നടക്കുന്നത്. ഈ ദേവദാസി സമ്പ്രദായവും അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ നടക്കുന്നതിന് കാരണം, ദേവനെ അല്ലെങ്കിൽ ദേവിയെ സന്ദർശിച്ചാൽ ദേവി ഒരു പെണ്ണിന് ഫ്രീ ആയിട്ട് നൽകും. ഭക്തന്മാരെ ആകർഷിക്കുന്ന നല്ല സംഗതിയായിരുന്നു. ഇപ്പോഴും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ദേവദാസിമാരുണ്ടെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഈ മതവും സെക്സും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പകല് കഴിഞ്ഞു രാത്രിയിലേക്ക് പോകാൻ പോകുന്നു, അപ്പൊ ഒരു പ്രകാശവുമായിട്ട് പോകുക. അത് മതത്തെ ലൈംഗികതയുമായിട്ട് കൂട്ടിക്കെട്ടുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഒരു എറ്റിമോളജി എന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് ആരതിയെ കുറിച്ചുള്ളത് ആ പ്ലസ് രതി. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്, എല്ലാം തികഞ്ഞത്. രതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രതി നിർവേദം. രതി എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ പോരല്ലോ, ലൈംഗിക സ്നേഹമാണ് രതി നിർവേദം. അപ്പൊ ലൈംഗിക പ്രണയം, പ്രേമം, സ്നേഹം എന്ന് പറഞ്ഞു. അപ്പോ പൂർണ്ണമായ രതി നിർവേദത്തിന്, പൂർണ്ണമായ രതി നിർവേദം, അതാണ് ആരതിയുടെ അക്ഷരാർത്ഥം. അതായത് ലൈംഗികമായിട്ടുള്ള ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരതി സമർപ്പണം എന്നാണ്. ഈ പല ക്ഷേത്രങ്ങളിലും ദേവന്മാര് പത്നി സമേതം ദേവിമാരുമായിട്ട് വാഴുന്നതാണ്. ചിലയിടത്ത് ഇപ്പം അയ്യപ്പൻ അങ്ങനെയല്ല, അതുകൊണ്ടാണ് അവർ സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നു. മറ്റു പലയിടത്തും ദേവന്മാര് അവരുടെ പത്നി സമേതം വാഴുന്നു. അപ്പോൾ ഈ ദേവനും ദേവിക്കും ആരതി ഒഴിയുമ്പോൾ, ഇങ്ങനെ ആരതി, അതായത് ഹൃദയം തൊട്ട് പുരികം വരെ പോകണമെന്നൊക്കെയാണ് ഈ ബിംബത്തിന്റെ. അതിപ്പോ ആളുകൾക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഒഴിയുമ്പോൾ ഈ ആരുടെ മേൽ ആരതി ഒഴിയുന്നുവോ അയാളുടെ സ്വത്വം, ആ ദേവന്റെയോ ദേവിയുടെ സ്വത്വം ഈ തീയിലേക്ക് വരുന്നെന്നും, ആ തീ ഇങ്ങനെ ഒഴിയുന്ന ആളിലേക്ക് ഈ ദേവന്റെയോ ദേവിയുടെയോ സ്വത്വം കയറുന്നുമെന്നാണ് ഒരു സങ്കല്പം. ആരതി ഒഴിയുന്നവരിലേക്ക് ഇത് സംക്രമിക്കും. ദേവാലയത്തിലെ യേശു പത്നി സമേതം എഴുന്നള്ളിയിരിക്കുകയാണോ? അവരെ നല്ല ലൈംഗിക ജീവിതം നമ്മൾ ആശംസിക്കുകയാണോ ദേവനും ദേവിക്കും? എന്നിട്ട് അവന്റെ ഈ രതി നിർവേദം നമുക്ക് കിട്ടാൻ വേണ്ടിയാണോ ആരതി ഒഴിയുന്നത്? അത് അച്ഛന്മാർക്ക് ഇതൊക്കെ വേണോ? ബ്രഹ്മചാരികളെ ജീവിക്കുന്ന അച്ഛന്മാർക്ക് ഇത് വേണോ? വധൂവരന്മാർക്ക് നമ്മൾ ആരതി ഒഴിയുന്നത് അവർ കണ്ടിട്ടുണ്ട്, അവർ ഒഴിയാറുണ്ട്. അവരുടെ രതി ജീവിതത്തിന്, ലൈംഗിക ജീവിതത്തിന് ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ കണ്ണ് തട്ടാതിരിക്കാൻ പൂജ ചെയ്യുകയാണ്. ഈ ബലിയർപ്പിക്കുന്ന വൈദികനോ യേശുവിനോ കുർബാനയ്ക്കിടയിൽ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? മംഗള ആരതി, ഈ രാവിലെ ക്ഷേത്രത്തിൽ ദേവന്റെ ആദ്യ ദർശനത്തിൽ ചെയ്യുന്നതാണ് മംഗള ആരതി. ശങ്കരാരതി, ഈ പ്രതിമയെ വസ്ത്രം അണിയിക്കുമോ, ചില ദേവന്മാർക്കില്ലേ വസ്ത്രം അണിയിക്കും പ്രതിമയിൽ, അതിനു മുമ്പ് ചെയ്യുന്നതാണ് ഈ ശങ്കരാരതി എന്ന് പറയണേ. രാജഭോഗ ആരതി എന്ന് പറഞ്ഞിട്ട് പാലഭിഷേകം, നെയ്യഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഉണ്ടല്ലോ. ദേവന് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പാണ് ഈ രാജഭോഗ ആരതി എന്ന് പറയണേ. പിന്നെ ദേവൻ ദർശനം നൽകുമ്പോൾ സന്ധ്യ ആരതി, സന്ധ്യാദീപം തെളിക്കാന്ന് പറയില്ലേ, സന്ധ്യ ആരതി ദേവൻ ദർശനം നൽകുമ്പോൾ. പിന്നെ ശയനാരതി, ഈ ദേവീദേവന്മാര് രാത്രി അവര് ആസ്വദിക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് ശാന്തി മുഹൂർത്തം ആശംസിച്ചുകൊണ്ട് ശയനാരതി. ഇതിലേത് ആരതിയാണ് പള്ളിയിലെ കുർബാനയ്ക്കിടയിൽ വേണ്ടത്? ഇതൊക്കെ ഏകദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന പരമമായ ആരാധനയായ ക്രിസ്തുവിന്റെ ബലിക്ക് പകരം വയ്ക്കാവുന്നതോ ബലിയിൽ ചെയ്യാവുന്നതോ ആണോ ഇത്തരം വിഗ്രഹാരാധനയുടെ അംശങ്ങൾ?
നമ്മുടെ സത്യവിശ്വാസവുമായി ഇതിന് എന്തെങ്കിലും പൊരുത്തമുണ്ടോ? സത്യവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളല്ലേ ഇത്? വിശ്വാസത്തിന് ആഘോഷമല്ലേ ദിവ്യബലി? അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ വൈദികനെയും തോന്നിയാസങ്ങള് അരങ്ങേറുന്നു. അതിനെ നിയന്ത്രിക്കാനായിട്ട് മെത്രാന്മാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഒന്ന്, മെത്രാന്മാർക്ക് സത്യസഭ, സത്യവിശ്വാസം, തിരുവചനം, ലിറ്റർജി എന്നിവയെക്കുറിച്ചുള്ള അജ്ഞത അത് വളരെ അധികമാണ്. അജ്ഞതയുടെ ഇരുട്ട് വളരെ അധികമാണ്. അവർക്ക് ഒരു വെളിച്ചം കിട്ടാതെ ഈ ആരതി തുടങ്ങിയുള്ള വെളിച്ചങ്ങൾ മാറ്റാൻ പറ്റില്ല. പിന്നെ ഈ അറിവില്ലായ്മ മാറ്റാനായിട്ട് ശ്രമമില്ല. ഒരു ശ്രമം നടക്കുന്നില്ല. ശ്രമം നടക്കേണ്ടതാണ്. മെത്രാന്മാർക്ക് ഒരു 3 മാസമെങ്കിലും, ഒരു രണ്ടാമത്തെ സൂനദോസ് പോലെ എല്ലാ മെത്രാന്മാരും ഒരു 3 മാസം ലിറ്റർജിയുടെ സകല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ ലിറ്റർജിയെ കുറിച്ച് ഒരു പഠനം ഒരു 3 മാസം കൊടുത്താൽ ഒരു പക്ഷം ഇവിടെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആത്മീയ ശക്തി ചോർന്നു പോയി. എന്തുകൊണ്ട്? അവർ തന്നെ മാർപ്പാപ്പയെ സ്ഥിരമായിട്ട് ധിക്കരിച്ചത് കൊണ്ട് അവരുടെ ആത്മീയ ശക്തി ചോർന്നു പോയി. അവരൊക്കെ ഇപ്പൊ ആരോട് പറയാൻ പറ്റില്ല, ചെയ്യാനായിട്ട് അനുസരിപ്പിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞു. അത് തിരിച്ചെടുക്കണം അവര്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുരിശിലെ ബലിയും ആൾക്കാരുടെ ബലിയും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തു കാൽവരിയിലെ ബലിയിലേക്ക് നമ്മെ ഇപ്പൊ എടുത്തു വെക്കുന്നതാണ് ഈ അൾത്താരയിലെ വിശുദ്ധ കുർബാന. ക്രിസ്തു കാൽവരിയിലെ ബലിയിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് നമ്മെ എടുത്തു വെക്കുന്നു. അവന്റെ കുരിശിലെ ബലിയുടെ മണിക്കൂറിലേക്ക് നമ്മെ എടുത്തു വെക്കുന്നു. പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവ്, പിതാവെ അങ്ങനെ കാര്യങ്ങളിൽ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞ കർത്താവ്, അങ്ങനെ ഉദയം പിതാവിനോട് വിളിച്ച് പറഞ്ഞ കർത്താവ് നമ്മിലേക്ക് തിരിഞ്ഞ് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മെ തന്നിലേക്ക് തന്നെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഏകീകൃത കുർബാനയ്ക്ക് ഈ 2 കാര്യങ്ങളുണ്ട്. പിതാവിലേക്ക് തിരിഞ്ഞ് പിതാവെ അവരോട് ക്ഷമിക്കണമേ, പിതാവെ അങ്ങയുടെ കാര്യങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് ഈ സമാപന ആശീർവാദത്തിൽ തിരിഞ്ഞിട്ട് നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് വീണ്ടും പിതാവിലേക്ക് തിരിഞ്ഞ് അവൻ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇത് ഏകീകൃത കുർബാനയിൽ കുരിശിൽ നടന്ന കാര്യം അങ്ങനെ തന്നെ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്, റീഇനാക്ട് ചെയ്യപ്പെടുകയാണ്. അതിലൂടെ അവന്റെ മണിക്കൂറിലേക്ക് അവൻ തന്നെ നമ്മെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ അച്ഛന് നല്ല പ്രത്യാശയുണ്ട്, ഇത് എറണാകുളത്തും ഈ ഏകീകൃത കുർബാന വരും. എന്താ സംശയം? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, നമ്മൾ ദൈവിക പുണ്യങ്ങളാണ് അല്ലേ? സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അതത്ര നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം സ്നേഹം നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് പ്രത്യാശ. ദൈവം തക്ക സമയത്ത് അവന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ് എന്റെ ഉറപ്പ്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ദൈവം തക്ക സമയത്ത് ഇടപെടും, അവന്റെയാണ് സഭ. അതുകൊണ്ട് ഈ സഭയെ നശിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായാൽ, നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാനും അവനെ സ്നേഹിക്കാനും കഴിഞ്ഞാൽ, പിന്നെ എന്തിനാണ് പ്രത്യാശയ്ക്ക് നമ്മൾ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പ്രത്യാശയോടെ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ബാക്കി ദൈവത്തിന് വിടുക. ഇന്ന് വൈകിട്ട് മുതൽ ഞാൻ വീണ്ടും ഒരു ധ്യാനം പ്രസംഗിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരാഴ്ചയോളം എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാകില്ല. സൗകര്യം കിട്ടിയാൽ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യം, ഇന്നത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് പല പ്രാവശ്യം കേൾക്കാനുള്ളതുണ്ട്. ഒറ്റ പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് കേൾക്കേണ്ട കാര്യമില്ല. പലതും കേട്ട് നോട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നതുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വീഡിയോസിന് 3000ഓളം വീഡിയോസ്, അതിൽ പലതും കൗതുകം അല്ലെങ്കിൽ ആനുകാലിക വിഷയം അല്ലാതെ ദൈവശാസ്ത്രവും ലിറ്ററേച്ചർ വിട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധ കന്യകാമറിയം, അങ്ങനെ നിരവധി കാര്യങ്ങൾ, തിരുവചന യാത്ര, അതെല്ലാം കണ്ട് നോട്ട് കുറിച്ച് ഈ ഒരാഴ്ച എന്നോടൊപ്പം തന്നെ സഞ്ചരിക്കണം, സഭയോടൊപ്പം സഞ്ചരിക്കണം, ക്രിസ്തുവിലേക്ക് നോക്കി എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം ചിലപ്പോൾ സൗകര്യം കിട്ടിയില്ലെങ്കിൽ ഒരാഴ്ചയോളം ഈ വീഡിയോസ് ഉണ്ടാകില്ല എന്ന് ഞാൻ അറിയിക്കുന്നു. നമുക്ക് പ്രത്യാശയോടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനുള്ള വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് തന്നെ കർത്താവിന്റെ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.